ഹലോ ചിൽഡ്രൻ, എല്ലാവർക്കും JEE മെയിൻ ഫേസ് 2 റിവിഷൻ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. എല്ലാവരും ലൈവിൽ എത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം, കേൾക്കാനും പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ട്രബിൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് റേ ഒപ്റ്റിക്സ് ആൻഡ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്. ഇതൊരു വാസ്റ്റ് ചാപ്റ്ററാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. സാധാരണഗതിയിൽ ഒരു ക്വസ്റ്റ്യനാണ് ജെയ്ക്ക് ചോദിക്കാറുള്ളത്. ചില വർഷങ്ങളിൽ 2 ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ തന്നെയാണ്. എന്താണേലും ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്. 1 ക്വസ്റ്റ്യൻ ഈസ് ഗ്യാരൻറ്റീഡ്. അപ്പം ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് JEE അഡ്വാൻസിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. JEE അഡ്വാൻസ് കേട്ട് നിങ്ങൾ പേടിക്കണ്ട. പഴയ JEE അഡ്വാൻസിൻ്റെ ക്വസ്റ്റ്യൻസ്. എന്തുകൊണ്ടാണ് JEE മെയിൻ്റെ ക്വസ്റ്റ്യൻസ് ഞാൻ അധികം കോൺസെൻട്രേറ്റ് ചെയ്യാത്തതെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഓൾറെഡി JEE മെയിൻ്റെ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ചെയ്ത് പെർഫെക്റ്റ് ആയിട്ടുണ്ടായിരിക്കും. ഓക്കെ, നിങ്ങൾ പല തവണ അത് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ JEE അഡ്വാൻസിൻ്റെ ക്വസ്റ്റ്യനിൽ നിന്ന്, പഴയ JEE അഡ്വാൻസിൻ്റെ ക്വസ്റ്റ്യനിൽ നിന്ന് ഇപ്പോൾ JEE മെയിന് ചോദിക്കാറുണ്ട്. അങ്ങനെ ചോദിക്കാൻ സാധ്യതയുള്ള JEE മെയിൻ നിലവാരത്തിൽ തന്നെയുള്ള ക്വസ്റ്റ്യൻസാണ് ഞാൻ എടുത്തേക്കുന്നത്. അല്ലാണ്ട് JEE അഡ്വാൻസ് കേൾക്കുമ്പം നിങ്ങൾക്ക് ഇത് ടച്ച് ചെയ്യാൻ പറ്റാത്ത ക്വസ്റ്റ്യൻസ് ആയിരിക്കും എന്നുള്ളൊരു പ്രിജുഡിസം നിങ്ങളുടെ മനസ്സിലുണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ തന്നെ കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പം JEE അഡ്വാൻസിൻ്റെ ക്വസ്റ്റ്യൻസ് ആണെന്നുള്ള കാര്യം ഫോർ ദ ടൈം ബീയിങ് നിങ്ങൾ മറന്നു കളയുക. ഓക്കെ, ഇത് JEE മെയിൻ നിലവാരത്തിലുള്ള അഡ്വാൻസിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, പല ക്വസ്റ്റ്യൻ JEE മെയിനിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലൂടെ കയറി ഇറങ്ങി പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും JEE അഡ്വാൻസിൻ്റെ എത്രമാത്രം ക്വസ്റ്റ്യൻസ് മെയിൻ ഇപ്പോൾ ചോദിക്കാറുണ്ട് എന്നുള്ള കാര്യം. എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലൈവിൻ്റെ അവസാനം വരെ നിങ്ങൾ തുടരണം. 15 ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ എടുത്തേക്കുന്നത്. 15 വെറൈറ്റി ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് അത് എന്താണെങ്കിലും ബെനിഫിറ്റ് ആവും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അധിക സമയം ഞാൻ നിങ്ങളുടേത് സംസാരിച്ച് നശിപ്പിക്കുന്നില്ല. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നോക്കി, എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നതെന്ന് നോക്കി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഞാനുമായിട്ട് ചാറ്റ് ചെയ്യുക. ഓക്കെ, സബ്ജക്റ്റ് മാറ്റർ മാത്രം ചാറ്റ് ചെയ്യാറുള്ളൂ. മറ്റുള്ള കാര്യങ്ങളൊന്നും ചാറ്റ് ചെയ്യരുത്. ക്രോസ് ചാറ്റിംഗ് ഒഴിവാക്കുക. ഞാനുമായിട്ട് മാത്രം ചാറ്റ് ചെയ്യുക. ഓക്കെ, തുടങ്ങാം നമുക്ക്. നോക്കൂ, ദ ഇമേജ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഫോംഡ് ബൈ എ പ്ലാനോ കോൺവെക്സ് ലെൻസ് അറ്റ് എ ഡിസ്റ്റൻസ് 8 മീറ്റർ ബിഹൈൻഡ് ദ ലെൻസ് ഈസ് റിയൽ ആൻഡ് ഈസ് 1/3 ദ സൈസ് ഓഫ് ദ ഒബ്ജക്റ്റ്. അപ്പം നമുക്കിവിടെ പ്ലാനോ കോൺവെക്സ് ലെൻസ് ആണെന്നും പറയുന്നുണ്ട്. അതുണ്ടാക്കിയ ഇമേജ് 8 മീറ്റർ ബിഹൈൻഡ് ദ ലെൻസ് ആണെന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അതർ സൈഡ്, ഒബ്ജക്റ്റിൻ്റെ സൈഡിലല്ല, അതർ സൈഡ് ഓഫ് ദ ലെൻസിലാണ് ഇമേജ് ഉണ്ടായിരിക്കുന്നത്. ആ ഇമേജ് റിയൽ ആണെന്നും അതിൻ്റെ വലുപ്പവും പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാഗ്നിഫിക്കേഷൻ നമുക്ക് ഓൾറെഡി കിട്ടി. നമുക്ക് എന്തൊക്കെയുണ്ട് ഇപ്പം? മാഗ്നിഫിക്കേഷൻ ഉണ്ട്, ഇമേജ് ഡിസ്റ്റൻസും ഉണ്ട്. ഇനി എന്താണ് നമുക്ക് വേണ്ടത്? വേവ് ലെങ്ത് ഓഫ് ദ ലൈറ്റ് ഇൻസൈഡ് ദ ലെൻസ് ഈസ് 2/3 ടൈംസ് ദ വേവ് ലെങ്ത് ഇൻ ഫ്രീ സ്പേസ്. ആ ഇൻഫർമേഷനിൽ നിന്ന് ആ ലെൻസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. വെയിറ്റ്, നമുക്ക് എന്താ വേണ്ടത്? റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് ദ കർവ്ഡ് സർഫസ് ഓഫ് ദ ലെൻസ്. ഇതൊരു പ്ലാനോ കോൺവെക്സ് ലെൻസ് ആണ്. അതിൻ്റെ ഒരു സർഫസ് പ്ലെയിൻ ആണ്, രണ്ടാമത്തെ സർഫസ് ആണ് കർവ്ഡ്. അതിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ കണ്ടുപിടിക്കണം. ഈ റേഡിയസ് ഓഫ് കർവേച്ചർ കണ്ടുപിടിക്കാൻ പറയുമ്പോഴേ നിങ്ങളുടെ മനസ്സിൽ ഓടിയെത്തേണ്ട ഫോർമുല ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണെന്ന് അറിയാമോ? ലെൻസ് മേക്കേഴ്സ് ഫോർമുല. ലെൻസ് മേക്കേഴ്സ് ഫോർമുല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതുകയാണ്. 1/f ഈസ് ഈക്വൽ ടു n - 1. n ഈസ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ ലെൻസ്. ഓക്കെ, ഇത് എയറിൽ ഇരിക്കുന്നതുകൊണ്ടാണ് n - 1 എന്ന് ഞാൻ എഴുതിയത്. അല്ലെങ്കിൽ n2 / n1 - 1 എന്ന് എഴുതിയേനെ. ഇൻറ്റു 1 / r1 - 1 / r2. ഇവിടെ പ്ലാനോ കോൺവെക്സ് ലെൻസ് ആയതുകൊണ്ട് R1 ഇൻഫനൈറ്റ് ആണെന്ന് അറിയാം നിങ്ങൾക്ക്. തിങ്ക് അബൌട്ട് പ്ലാനോ കോൺവെക്സ് ലെൻസ്. R1 എന്ന് പറഞ്ഞാൽ ഇൻഫനൈറ്റ് ആണ്, R2 എന്ന് പറഞ്ഞാൽ -r ആണ്. R2 കാരണം ബിക്കോസ് ഇറ്റ് ഈസ് മെഷേർഡ് ഇൻ ദിസ് ഡയറക്ഷൻ. R2നെ -r എന്ന് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് F ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാൻ പറ്റും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. n - 1 1/f ഈസ് ഈക്വൽ ടു n - 1/r എന്ന് വരും, r. അങ്ങനെ വരുമ്പം നമുക്ക് r ഈസ് ഈക്വൽ ടു, r ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. F അങ്ങോട്ട് എടുത്താൽ മതി. F ഇൻറ്റു n - 1 എന്ന് വരും. ഇവിടെ പ്രശ്നം എന്താണെന്ന് അറിയാമോ? n നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇല്ല, പക്ഷേ കണ്ടുപിടിക്കാൻ മാർഗം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഫോക്കൽ ലെങ്തും ഇല്ല, അതും കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ? ആദ്യമേ ഞാൻ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാൻ പോവുകയാണ്. എങ്ങനെയാണ് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കുക? ഇവിടെ നമുക്ക് റിയൽ ഒബ്ജക്റ്റ് ആണ്, അതർ സൈഡിലാണ് ഉണ്ടായിട്ടുള്ളതെന്ന് പറഞ്ഞു. അപ്പം മാഗ്നിഫിക്കേഷൻ നമുക്ക് അറിയാം.
അപ്പോൾ മാഗ്നിഫിക്കേഷൻ്റെ ഫോർമുല ഏതൊക്കെ നമുക്കറിയാവുന്നുണ്ടോ എന്ന് നോക്കി. മാഗ്നിഫിക്കേഷൻ പ്രൊഡ്യൂസ് ബൈ എ ലെൻസ് ഈസ് വി ബൈ യു എന്ന് എഴുതാം. പക്ഷേ അതിവിടെ അത്ര യൂസ്ഫുൾ അല്ല. കാരണം യു നമുക്കറിയില്ല, വി അറിയാം, യു അറിയില്ല. അതുകൊണ്ട് അത് ഞാൻ വിട്ടു. വേറൊരു ഫോർമുല എന്താണെന്ന് ചോദിച്ചാൽ എഫ് ഡിവൈഡഡ് ബൈ എഫ് മൈനസ് യു, സോറി എഫ് പ്ലസ് യു, ലെൻസ് ആയതുകൊണ്ട്. ഇവിടെയും പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ യു നമുക്കറിയില്ല, എഫ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ് കേട്ടോ. എഫ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ യു നമുക്കറിയില്ല. അപ്പോൾ ഇതും അത്ര യൂസ്ഫുൾ ആയിട്ടുള്ള ഫോർമുല അല്ല. വേറൊരു ഫോർമുല ഞാൻ എഴുതാം വിച്ച് വിൽ ബി യൂസ്ഫുൾ ഫോർ യു. എന്താ? എഫ് മൈനസ് വി ഡിവൈഡഡ് ബൈ എഫ്. ഈ ഫോർമുലയാണ് ഞാനിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമുക്ക് മാഗ്നിഫിക്കേഷൻ അറിയാം, ഓക്കെ, വി അറിയാം, എഫ് നമുക്ക് കണ്ടുപിടിക്കണം. അതുകൊണ്ട് ഈ ഫോർമുലയാണ് മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫോർമുല. അപ്പം എന്താണ് എം? എം എന്ന് പറഞ്ഞാൽ 1/3 ആണ്. പക്ഷേ ഇത് റിയൽ ഇമേജ് ആണ്, അതർ സൈഡിലാണ് ഉണ്ടായിട്ടുള്ളത്. റിയൽ ഇമേജിൻ്റെ മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അതുകൊണ്ട് ഞാൻ എമ്മിന് ഈക്വേഷൻ ഒന്നുകൂടെ എഴുതാം. ഞാൻ ലെറ്റ് മീ റൈറ്റ് എം ഈസ് ഈക്വൽ ടു വിച്ച് ഫോർമുല ഐ എം ഗോയിങ് ടു യൂസ്? എഫ് മൈനസ് വി ഡിവൈഡഡ് ബൈ എഫ് എന്ന ഫോർമുല അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. മാഗ്നിഫിക്കേഷൻ 1/3 എന്ന് എഴുതരുത്, -1/3 എന്ന് എഴുതണം. ഈസ് ഈക്വൽ ടു എഫ് അറിയില്ല, വി 8 ആണ്, പോസിറ്റീവ് 8 ആണ്, ബിക്കോസ് ഇറ്റ് ഈസ് ദ അതർ സൈഡ്. ഒബ്ജക്റ്റ് ഇരിക്കുന്ന സൈഡിലല്ല, അതർ സൈഡിലാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ പോസിറ്റീവ് 8 ഡിവൈഡഡ് ബൈ എഫ്. ഓക്കെ, ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ -f ഈസ് ഈക്വൽ ടു 3f മൈനസ് 24 എന്ന് വന്നു. അപ്പം 4f 24. അപ്പം എഫ് കിട്ടി, എഫ് ഈസ് ഈക്വൽ ടു 6 എന്ന് കിട്ടി, 6 മീറ്റർ എന്ന് കിട്ടി. എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷനിൽ ആറാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട, എഫ് നമ്മുടെ കയ്യിലുണ്ട്. ഇനി ഒരു കാര്യം കൂടെ നമ്മൾ കണ്ടുപിടിക്കണം. എന്താ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ ലെൻസ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുമ്പോഴേ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ മൈൻഡിൽ വരുന്നത്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ബൈ ഡെഫിനേഷൻ ഈസ് ഈക്വൽ ടു സി ബൈ വി എന്നാണ് നിങ്ങളുടെ മൈൻഡിൽ വരുന്നത്. പക്ഷേ നമുക്ക് വേവ് ലെങ്ത് ആകുന്നിട്ടുള്ളത്. സി എന്ന് പറഞ്ഞാൽ എന്താ? ന്യൂ ടൈംസ് ലാംഡ 0, വേർ ലാംഡ 0 ഈസ് ദ വേവ് ലെങ്ത് ഇൻ ഫ്രീ സ്പേസ്. വി എന്ന് പറഞ്ഞാൽ എന്താ? ന്യൂ ടൈംസ് ലാംഡ, ന്യൂ സെയിം ആണ് രണ്ടിടത്തും എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഡസൻ ചേഞ്ച്. അതുകൊണ്ട് നമുക്കിതിനെ ലാംഡ 0 ഡിവൈഡഡ് ബൈ ലാംഡ എന്ന് എഴുതാം. വേർ ലാംഡ 0 ഈസ് ദ വേവ് ലെങ്ത് ഇൻ ഫ്രീ സ്പേസ് ആൻഡ് ലാംഡ ഈസ് ദ വേവ് ലെങ്ത് ഇൻ ദ മീഡിയം. മീഡിയം ഈസ് ലെൻസ് ഹിയർ. ഇവിടെ ലാംഡ 2/3 ഓഫ് ലാംഡ 0 എന്ന് വന്നിട്ടുണ്ട്. ദെയർഫോർ ലെറ്റ് മീ റൈറ്റ് ലാംഡ 0 ഡിവൈഡഡ് ബൈ 2/3 ഓഫ് ലാംഡ 0. അങ്ങനെ എനിക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്ര കിട്ടി? 3/2 എന്ന് കിട്ടി, 1.5 എന്ന് കിട്ടി. അപ്പോൾ എനിക്ക് വേണ്ട എല്ലാ സംഭവങ്ങളും ഇതിലായി. അപ്പം ഞാൻ ഈ ഇക്വേഷനിലേക്ക് റീവിസിറ്റ് ചെയ്യുകയാണ്. ഏത് ഇക്വേഷനാണെന്ന് മനസ്സിലായോ? ഈ ഇക്വേഷൻ നോക്കൂ. ആ ഇക്വേഷനിൽ ഞാൻ റീവിസിറ്റ് ചെയ്യുകയാണ്. എനിക്ക് വേണ്ടത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്, സോറി റേഡിയസ് ഓഫ് കർവേച്ചർ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു n-1 ആണെന്ന് എനിക്കറിയാം. എനിക്ക് എഫ് എനിക്ക് 6 എന്ന് കിട്ടിയിട്ടുണ്ട്, n 3/2 എന്ന് കിട്ടിയിട്ടുണ്ട്, -1. 3/2 -1 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം r ഈസ് ഈക്വൽ ടു 3 മീറ്റർ എന്ന് കിട്ടും. അപ്പോൾ സിമ്പിളായിട്ട് 3 മീറ്റർ എന്ന് ആൻസർ കിട്ടി. ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് JEE അഡ്വാൻസ് 2013 ചോദിച്ച ക്വസ്റ്റ്യനാണ്. 2013 ഡിഫിക്കൽട്ട് ഒന്നും അല്ല. കോൺസെപ്റ്റ് കൃത്യമായിട്ട് അറിയാവുന്ന കുട്ടികൾക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. എന്തൊക്കെ അറിഞ്ഞിരിക്കണം? നിങ്ങൾ ലെൻസ് മേക്കേഴ്സ് ഫോർമുല അറിഞ്ഞിരിക്കണം. പിന്നെ എന്താണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ഇക്വേഷൻ അറിയാം. സി ബൈ വി മീൻസ് ലാംഡ 0 ഡിവൈഡ് ബൈ ലാംഡ. ഇത്രയും കാര്യങ്ങൾ അറിയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അതിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ കണ്ടുപിടിക്കാം. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്ന് ചാറ്റ് ചെയ്യൂ, മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാറ്റ് ചെയ്യൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം അല്ലേ? ഇത് ഒരു JEE മെയിൻ സ്റ്റാൻഡേർഡിലുള്ള ക്വസ്റ്റ്യനാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഇതെല്ലാവർക്കും ഓക്കെ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. മറിച്ച് അഭിപ്രായം ഉണ്ട് എന്നോട് പറയണം കേട്ടോ. മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം. ഈ 3 ഇക്വേഷനും മാഗ്നിഫിക്കേഷൻ ഇക്വേഷനാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഈ 3 പഠിച്ചു വെക്കുന്നതാണ് നല്ലത്. അല്ല എങ്കിൽ നിങ്ങൾ ലെൻസ് ഇക്വേഷൻ അപ്ലൈ ചെയ്ത് യു കണ്ടുപിടിക്കുക. ഇതിൽ നിന്ന് നമുക്ക് യു കണ്ടുപിടിക്കാം, എമ്മും വിയും ഉണ്ട്, യു കണ്ടുപിടിക്കാം, എന്നിട്ട് നമുക്ക് എഫ് കണ്ടുപിടിക്കാം. അങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. പക്ഷേ അതൊരു ലെങ്തി പ്രോസസ്സാണ്. ഈ ഇക്വേഷൻ ആയിരിക്കും ബെറ്റർ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നോക്കൂ, ഇത് കുറച്ച് മാത്തമെറ്റിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. നോക്കാം. എ റേ ഓഫ് ലൈറ്റ് ട്രാവലിംഗ് ഇൻ ദ ഡയറക്ഷൻ. ഇത് ഡയറക്ഷൻ ആണ് കണ്ടോ. ഇതൊരു യൂണിറ്റ് വെക്ടറാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഒന്ന് ചെക്ക് ചെയ്തേ കുട്ടികളെ.
ജസ്റ്റ് ചെക്ക് ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ്. വാട്ട്സ് എ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇറ്റ്? അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. 1 ആണ് എന്ന് പറഞ്ഞാൽ അതൊരു യൂണിറ്റ് വെക്ടറാണ്. അതുകൊണ്ടാണ് ഡയറക്ഷൻ എന്ന് പറഞ്ഞത്. ഈസ് ഇൻസിഡൻറ്റ് ഓൺ എ പ്ലെയിൻ മിറർ. ആഫ്റ്റർ റിഫ്ലക്ഷൻ ഇറ്റ് ട്രാവൽസ് എലോങ് ഹാഫ് I മൈനസ് √3j. അതും ഒരു യൂണിറ്റ് വെക്ടർ ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യൂ. ഈ തന്നിട്ടുള്ള 2 യൂണിറ്റ് വെക്ടേഴ്സാണ്. ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ്, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിട്ടുള്ളത് എന്താ? ഇൻസിഡൻറ്റ് റേയുടെ ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്ടർ ഉണ്ട്. ഇതാണ് ഇൻസിഡൻറ്റ് റേ എന്ന് വിചാരിക്കുക. അതിനെ ഞാൻ I എന്ന് വിളിക്കുന്നു. I hat ഇൻസിഡൻറ്റ് റേയുടെ ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്ടർ. അതുപോലെ റിഫ്ലക്റ്റഡ് റേയുടെ ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്ടറെ R hat എന്ന് വിളിക്കുന്നു. നമുക്ക് വേണ്ടത് ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ്. ഇവിടെ സംഭവിച്ചിട്ടുള്ള റിഫ്ലക്ഷൻ ആയതുകൊണ്ട് ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ഇതും തീറ്റ തന്നെയായിരിക്കും. നമുക്ക് ഈ തീറ്റയാണ് വേണ്ടത്. അപ്പം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് 2 യൂണിറ്റ് വെക്ടറുകളുടെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുകയാണെങ്കിൽ എന്ത് കിട്ടും? കോസ് ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ ദം കിട്ടും. 2 വെക്ടറുകളുടെ യൂണിറ്റ് വെക്ടർ ആണെങ്കിൽ ഡയറക്റ്റ് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുകയാണെങ്കിൽ ആ വെക്ടറുകൾ തമ്മിലുള്ള, ആ യൂണിറ്റ് വെക്ടറുകൾ തമ്മിലുള്ള ആംഗിളിൻ്റെ കോസ് കിട്ടും. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതിൻ്റെ 2ൻ്റെയും കൂടെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുകയാണെങ്കിൽ ഈ ആംഗിൾ അല്ല കിട്ടുന്നത്. കാരണം ഈ 2 യൂണിറ്റ് വെക്ടറുകൾ തമ്മിലുള്ള ആംഗിൾ ഇതല്ല. കാരണം ഈ യൂണിറ്റ് വെക്ടറിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. കണ്ടോ? എന്ന് പറഞ്ഞാൽ ഈ ആംഗിളേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഓക്കെ, ആ ആംഗിൾ എത്രയാണെന്ന് ആലോചിച്ച് നോക്കി. ഇതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യൂ. ഇതാണ് ഇൻസിഡൻറ്റ് റേയുടെ ഡയറക്ഷൻ. ഇത് ഇൻസിഡൻറ്റ് റേയുടെ ഡയറക്ഷൻ, ഇത് റിഫ്ലക്റ്റഡ് റേയുടെ ഡയറക്ഷൻ. അപ്പോൾ അവ തമ്മിലുള്ള ആംഗിൾ എത്രയാണെന്നോ ആലോചിച്ച് നോക്കി. ഇത് മൊത്തത്തിൽ 180 അല്ലേ കുട്ടികളെ? ഇത് മൊത്തത്തിൽ 180 അല്ലേ? അതിൽ 2θ കളഞ്ഞാൽ പോരെ? അപ്പോൾ ഈ ആംഗിൾ എത്രയാണെന്ന് ചോദിച്ചാൽ ദിസ് ആംഗിൾ ടേൺസ് ഔട്ട് ടു ബി 180 മൈനസ് 2θ. അപ്പോൾ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുക. ഈ വെക്ടറിൻ്റെയും ഈ വെക്ടറിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുക. അപ്പോൾ കോസ് ഓഫ് 180 മൈനസ് 2θ ആണ് കിട്ടുക, അല്ലാണ്ട് കോസ് ഓഫ് 2θ അല്ല കിട്ടുക. കാരണം എന്താ? 2θ ഈസ് നോട്ട് ദ ആംഗിൾ ബിറ്റ്വീൻ ദീസ് 2 വെക്ടേഴ്സ്. ഈ 2 വെക്ടറുകൾ തമ്മിലുള്ള ആംഗിൾ 180 മൈനസ് 2θ ആണ്. ഓഫ് കോഴ്സ് 180 മൈനസ് 2θ കിട്ടുകയാണെങ്കിൽ നമുക്ക് തീറ്റ കണ്ടുപിടിക്കാൻ പറ്റും. നമ്മളോട് എന്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്? ഈ തീറ്റ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഓക്കെ, ലെറ്റ് മീ ഡു ദാറ്റ്. അപ്പം വാട്ട് ഡു ഐ നോ? കോസ് 180 minus 2θ is equal to dot product of the unit vectors I dot R. I dot R. കുട്ടികളെ I dot R എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കൂ. അപ്പോൾ ഇത് ഹാഫ് ഇൻറ്റു ഹാഫ് 1/4 ആയി. ലെറ്റ് മീ റൈറ്റ് ദാറ്റ് ഈസ് 1/4. ഇനിയും കറസ്പോണ്ടിങ് കോയിഫിഷ്യൻറ്റുകൾ മൾട്ടിപ്ലൈ ചെയ്യണം. ഇതിൻ്റെ കോയിഫിഷ്യൻറ്റ് 1, ഇതിൻ്റെ കോയിഫിഷ്യൻറ്റ് 1. 1 ഇൻറ്റു 1 1. ഇനി √3 ഇൻറ്റു √3 3. അങ്ങനെ നമുക്കിത് -1/2 എന്ന് കിട്ടി. -1/2 എന്ത്? കോസ് 180 മൈനസ് 2θ ഈസ് ഈക്വൽ ടു കോസ് 180 മൈനസ് 2θ ഈസ് ഈക്വൽ ടു -1/2 എന്ന് കിട്ടി. അപ്പോൾ 180 മൈനസ് 2θ ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് -1/2. അത് 120 ആണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. കോസ് ഇൻവേഴ്സ് -1/2 ഈസ് 120. അപ്പോൾ 2θ ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? 2θ ഈസ് ഈക്വൽ ടു 60 എന്ന് കിട്ടി. നമുക്ക് തീറ്റയാണ് വേണ്ടത്. തീറ്റ ഈസ് ഈക്വൽ ടു 30 എന്ന് കിട്ടി. 30 ഡിഗ്രി. അപ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ്, ഈ ആംഗിൾ ഉണ്ടല്ലോ, അത് 30 ആയിരിക്കും. 30. ഓക്കെ, ഇവിടെ നിങ്ങൾ എന്താണ് മാത്തമെറ്റിക്കലി എന്താണ് അപ്ലൈ ചെയ്തത്? 2 യൂണിറ്റ് വെക്ടറുടെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് കോസ് ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ ദം. ഇവിടെ കോസ് ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ ദം ഈസ് 180 മൈനസ് 2θ. 2θ അല്ല ഇവ തമ്മിലുള്ള ആംഗിൾ, 180 മൈനസ് 2θ ആണ്. അത് മനസ്സിലാക്കണം. 180 മൈനസ് 2θ. ഇത് മൊത്തത്തിൽ 180, ഇത് 2θ. അപ്പോൾ ബാക്കിയുള്ള ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ 180 മൈനസ് 2θ. ഓക്കെ, അടുത്തതിലേക്ക് കിടക്കാം. തേർഡ് ക്വസ്റ്റ്യൻ. ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണെന്ന് മനസ്സിലാക്കൂ. അപ്പോൾ ഇത് മൊത്തത്തിൽ 180 അല്ലേ? ഇവിടുന്ന് 2θ കളഞ്ഞാൽ ബാക്കിയുള്ളതല്ലേ ഇത് 180 മൈനസ് 2θ. അത് എലിമെൻ്ററി മാത്തമാറ്റിക്സ് ആണ്. യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഇനിയും അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ നോക്കൂ. എ ലൈറ്റ് ബീം ഈസ് ട്രാവലിംഗ് ഫ്രം റീജിയൻ 1 ടു റീജിയൻ 4. നോക്കൂ, ഇവിടെ നോക്കൂ. ഇത് റീജിയൻ 1, റീജിയൻ 2, റീജിയൻ 3, റീജിയൻ 4. 1ൽ നിന്ന് 4ലേക്ക് കടക്കുകയാണ്. The refractive index of region 1, 2, 3, 4 are N0,
n0 by 2, n0 by 6, n0 by 8 respectively. The angle of incident theta for which the beam just misses the entering the region 4. ജസ്റ്റ് മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ റീജിയൻ 4ൽ എൻ്റർ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ഇതിന് പാരലായിട്ട് ഈ ബൗണ്ടറിക്ക് പാരലായിട്ട് ഇങ്ങനെ പോയെന്നാണ് പറഞ്ഞത്. ഇവിടെ നോക്കിയേ, ഇത് പാരലായിട്ടുള്ള മീഡിയമാണ്. ഓക്കെ, ഇങ്ങനത്തെ മീഡിയം വരുമ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് തിയറി പറഞ്ഞു തരാം. കാരണം ഈ തിയറി ബേസ് ചെയ്ത് പല ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. നോക്കിയേ, ഇവിടെ ഞാനൊരു റിഫ്രാക്ഷൻ ത്രൂ പാരലൽ സ്ലാബ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് 1, 2, 3 പാരലൽ സ്ലാബ് എൻ്റെ കയ്യിലുണ്ട്. ഒരു റേ ഇതാ ഫസ്റ്റിൽ നിന്ന് സെക്കൻഡിലേക്ക്, സെക്കൻഡിൽ നിന്ന് തേർഡിലേക്ക് ഇങ്ങനെ പോവാം. ഇവിടെ എല്ലാം സംഭവിക്കുന്ന റിഫ്രാക്ഷൻ ആണ് അല്ലേ? റിഫ്രാക്ഷൻ ഹാപ്പൻസ് അറ്റ് ദിസ് പോയിന്റ് ആൻഡ് റിഫ്രാക്ഷൻ ഹാപ്പൻസ് അറ്റ് ദിസ് പോയിന്റ്. ഇത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് I, θ1, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n1. ഇവിടെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ θ2, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n2. അപ്പം ഞാൻ ഈ പോയിന്റിൽ എന്ത് ചെയ്യുന്നു? സ്നെൽസ് ലോ അപ്ലൈ ചെയ്യുന്നു. ഈ പോയിന്റിൽ, ഫസ്റ്റ് പോയിന്റിൽ സ്നെൽസ് ലോ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം. n1 θ1 sin θ1 is equal to n2 sin θ2. Let me write that. What is that? That is n1 sin θ1 must be equal to n2 sin θ2. Because what happened here is refraction. ഇനി ഞാൻ ബ്ലൈൻഡ് ആയിട്ട് അടുത്ത ഇന്റർഫേസിലും സ്നെൽസ് ലോ അപ്ലൈ ചെയ്യുന്നു. ഇവിടെ ഇത് θ2 ആണെങ്കിൽ ജോമെട്രിക്കലി ഇതും θ2 ആണെന്ന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. കാരണം ഇതെന്താണ്? ഇത് രണ്ടും പാരലൽ ആയിട്ടുള്ള ലൈനാണ്. കാരണം സ്ലാബിന്റെ വശങ്ങൾ പാരലാന്ന് പറഞ്ഞാൽ അവയുടെ പെർപെൻഡിക്കുലറും പാരലായിരിക്കും. അതുകൊണ്ട് ഇത് θ2 ആണ്, ഇതും θ2 തന്നെയാണ്. ഇനി ഇവിടെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്? n2 sin θ2. ലെറ്റ് മീ റൈറ്റ് n2 sin θ2 മസ്റ്റ് ബി ഈക്വൽ ടു തേർഡ് മീഡിയത്തിലേക്ക് വരിക. തേർഡ് മീഡിയം ഇതാണ്. തേർഡ് മീഡിയം n3 sin θ3. n3 sin θ3. ഇവിടെ നിങ്ങൾ നോക്കിയേ, ഈ ഫസ്റ്റ് ഇക്വേഷൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡും സെക്കൻഡ് ഇക്വേഷൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡും സെയിം അല്ലേ? നോക്കിയേ, എന്ന് പറഞ്ഞാൽ ഇത് A ഈസ് ഈക്വൽ ടു B ആൻഡ് B ഈസ് ഈക്വൽ ടു C. ഇനി ഒരു മീഡിയം കൂടി ഉണ്ടെങ്കിൽ C ഈക്വൽ ടു D എന്ന് വരും, D ഈക്വൽ ടു E എന്ന് വരും. എത്ര മീഡിയം ഉണ്ടെങ്കിലും ഇങ്ങനെ വരും. എന്ന് പറഞ്ഞാൽ എന്താ? n1 sin θ1 ഈക്വൽ ടു n2 sin θ2 ഈക്വൽ ടു n3 sin θ3 ഈക്വൽ ടു n4 sin θ4. യു ക്യാൻ കീപ്പ് ഓൺ റൈറ്റിംഗ് ദാറ്റ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, n റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇൻറ്റു സൈൻ ഓഫ് ആംഗിൾ തീറ്റ ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. കണ്ടീഷൻ എന്താ? പാരലൽ സ്ലാബ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി എ കോൺസ്റ്റന്റ്. എന്ന് പറഞ്ഞാൽ n സൈൻ θ1 ഒരു മീഡിയത്തിലെയും n സൈൻ θ2 രണ്ടാമത്തെ മീഡിയത്തിലും സെയിം ആയിരിക്കും. മൂന്നാമത്തെ മീഡിയത്തിലും നാലാമത്തെ മീഡിയത്തിലും എല്ലാം സെയിം ആയിരിക്കും. സോ ഇത് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പ്രോബ്ലം നിങ്ങൾക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഇത് ഞാൻ ക്ലാസ്സിലും പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. n സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ഇനി നമ്മുടെ റിയൽ പ്രോബ്ലത്തിലേക്ക് നമ്മൾ തിരിച്ചു വരിക. ഇവിടെ നോക്കി, ഈ ഡയഗ്രാം ഞാൻ വരച്ച ഒരു ഡയഗ്രാമാണ് കേട്ടോ. ഇത് ക്വസ്റ്റ്യനിലുള്ളതല്ല, ഇവിടം വരെ ക്വസ്റ്റ്യൻ ഉള്ളൂ, ഇത്രേ ഉള്ളൂ ക്വസ്റ്റ്യൻ്റെ. അപ്പോൾ ഇത് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വരച്ച ഒരു ഡയഗ്രാം നോക്കിയേ. ഈ തീറ്റ ആംഗിൾ ഇവിടെ വരുന്നു. ഓക്കെ, ലൈറ്റ് റേ ബെൻസ് അവേ ഫ്രം ദ നോർമൽ, വീണ്ടും ബെൻസ് അവേ ഫ്രം ദ നോർമൽ. കാരണം എന്താ? അങ്ങോട്ട് പോകും തോറും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറഞ്ഞുകൊണ്ടിരിക്കുക, ബെൻഡിങ് അവേ ഫ്രം ദ നോർമൽ. ഈ മീഡിയത്തിൽ എൻ്റർ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ എന്താ? മിനിമം കണ്ടീഷൻ എന്താ? ആ ലൈറ്റ് റേയുടെ പാത്ത് ഞാൻ ഒന്ന് വരയ്ക്കാം. സി ലുക്ക്, വൺ ലൈറ്റ് റേ കംസ് ഹിയർ, ദെൻ ലൈക്ക് ദിസ്, ദെൻ ലൈക്ക് ദിസ്, ദെൻ വാട്ട് ഹാപ്പൻ? ആ ലൈറ്റ് റേ ഈ മീഡിയത്തിലേക്ക് എൻ്റർ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ദാറ്റ് ലൈറ്റ് റേ മസ്റ്റ് ഹാവ് ഗോൺ ദിസ് വേ. ഇങ്ങനെ പോയി, ഗേസിംഗ് ഹാപ്പൻഡ്. ദിസ് ഈസ് ദ പാത്ത് ഓഫ് ദ ലൈറ്റ് റേ. സി ഹിയർ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഈ ആംഗിൾ 90 ആണെന്ന് നമുക്കറിയാം, 90. അപ്പം n നമ്മളിപ്പോൾ പഠിച്ചത് എന്താ? n സൈൻ തീറ്റ ഏത് മീഡിയത്തിൽ എടുത്താലും അതൊരു കോൺസ്റ്റന്റ് ആയിരിക്കും. നമ്മളിപ്പോൾ പഠിച്ചതേ ഉള്ളൂ. n സൈൻ തീറ്റ ഈസ് എ കോൺസ്റ്റന്റ്. ഞാൻ n സൈൻ തീറ്റ ഫസ്റ്റ് മീഡിയത്തിലും ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് എന്താ? ഫസ്റ്റ് മീഡിയത്തിലും ഫോർത്ത് മീഡിയത്തിലും n സൈൻ തീറ്റ ഇക്വേറ്റ് ചെയ്യുക. ബിക്കോസ് ദാറ്റ്സ് എ കോൺസ്റ്റന്റ്. ഫസ്റ്റ് മീഡിയത്തിൽ എന്താ? n എന്നുള്ളത് n0 സൈൻ തീറ്റ, സൈൻ തീറ്റ. ക്വസ്റ്റിൽ തീറ്റ എന്ന് തന്നിട്ടുള്ള, θ1 എന്നല്ല, തീറ്റ എന്ന് തന്നെ. ലുക്ക് ഹിയർ, n0 സൈൻ തീറ്റ. ഇനിയും ഫോർത്ത് മീഡിയത്തിലേക്ക് പോകുമ്പോൾ n0/8, അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n0/8 ആണ്. സൈൻ തീറ്റ എന്നുള്ളത് സൈൻ 90 എന്ന് എഴുതണം. സൈൻ
90 എഴുതിയാൽ നിങ്ങൾക്ക് സൈൻ തീറ്റ ഈക്വൽ ടു 1/8 എന്ന് കിട്ടും. അല്ലെങ്കിൽ തീറ്റയാണോ നിങ്ങൾക്ക് വേണ്ടത്? തീറ്റയാണ് വേണ്ടതെങ്കിൽ സൈൻ ഇൻവേഴ്സ് 1/8 എന്ന് കിട്ടും ആൻസർ. സൈൻ ഇൻവേഴ്സ് 1/8 എന്ന ആൻസർ കണ്ടോ? സി സൈൻ ഇൻവേഴ്സ് 1/8. സൈൻ ഇൻവേഴ്സ് 1/8 വളരെ സിമ്പിളാണ്. പാരലായിട്ടുള്ള സ്ലാബിൽ കൂടെ ലൈറ്റ് റേ റിഫ്രാക്ട് ചെയ്ത് പോകുമ്പം എൻ സൈൻ തീറ്റ എല്ലായിടത്തും സെയിം ആയിരിക്കും. n1 sin theta 1 equal to n2 sin theta 2 equal to n3 sin theta 3 equal to so on. അപ്പം നിങ്ങൾക്ക് ഫസ്റ്റ് മീഡിയത്തിലും ലാസ്റ്റ് മീഡിയത്തിലും ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം. ഏതെങ്കിലും രണ്ട് മീഡിയം എടുത്തിട്ട് അവ ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തതിലേക്ക് ഞാൻ പോവുകയാണ്. ലുക്ക്, സൈൻ ഇൻവേഴ്സ് ലെറ്റ് മീ റൈറ്റ് നീറ്റ്ലി. തീറ്റ ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 1/8. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. അടുത്ത ക്വസ്റ്റ്യനും ഇതുമായിട്ട് ബന്ധപ്പെട്ട, ഇപ്പം ഞാൻ പറഞ്ഞ തിയറിയുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ തന്നെയാണ്. 2001 ചോദിച്ചതാണ്. നോക്കൂ, എ റേ ഓഫ് ലൈറ്റ് പാസസ് ത്രൂ 4 ട്രാൻസ്പെറന്റ് മീഡിയ വിത്ത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് μ1, μ2, μ3, μ4 ആർ ഷോൺ ഇൻ ദ ഫിഗർ. ദ സർഫസ് ഓഫ് ഓൾ മീഡിയ ആർ പാരലൽ. കണ്ടോ, ഇതെല്ലാം പാരലൽ സ്ലാബാണ്, പാരലാണെങ്കിൽ മാത്രമേ എൻ സൈൻ തീറ്റ കോൺസ്റ്റന്റ് ആകുകയുള്ളൂ കേട്ടോ. ഇഫ് ദ എമർജന്റ് റേ സി ഡി നോക്കൂ, ഇതാണ് സി ഡി, ഈസ് പാരലൽ ടു ഇൻസിഡന്റ് റേ എ ബി. ഇത് എ ബി. ആ രണ്ട് ലൈറ്റ് റേ ഞാൻ വരച്ച് കാണിക്കാം. ലുക്ക് ഹിയർ ചിൽഡ്രൻ, ദിസ് ഈസ് എ ബി, ലൈറ്റ് റേ എ ബി. ലുക്ക് ഹിയർ എ ബി, അത് സി ഡിക്ക് പാരലാണ് എന്നാ പറഞ്ഞേ. എ ബിയും സി ഡിയും പാരലാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? നോർമലുമായിട്ട് അത് ഉണ്ടാക്കുന്ന ആംഗിൾ സെയിം ആണെന്നല്ലേ. നോർമൽ വരയ്ക്കൂ, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ജസ്റ്റ് ഡ്രോ എ നോർമൽ. ഇവിടെ ഒരു നോർമൽ വരച്ചു. ഓക്കെ, ഇവിടെ ഒരു നോർമൽ വരച്ചു. പാരലലാണെങ്കിൽ ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ, ലുക്ക് ഹിയർ, ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഈ ആംഗിളും തീറ്റയായിരിക്കണം. ദാറ്റ്സ് എ മീനിങ് ഓഫ് പാരലൽ. സെയിം ആംഗിൾ, ഇറ്റ് മേക്ക് സെയിം ആംഗിൾ വിത്ത് നോർമൽ. ഓക്കെ, ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു തന്നത് എന്താണ്? പാരലൽ സ്ലാബിൽ കൂടെ ലൈറ്റ് റേ റിഫ്രാക്ട് ചെയ്യുമ്പം എൻ സൈൻ തീറ്റ എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഫസ്റ്റ് മീഡിയവും ഫോർത്ത് മീഡിയവും എടുത്ത് ഞാൻ ഇക്വേറ്റ് ചെയ്യുന്നു. ഫസ്റ്റ് മീഡിയവും ഫോർത്ത് മീഡിയവും. ഫസ്റ്റ് മീഡിയത്തിൽ എന്താ? എൻ എന്നുള്ളത് μ1. ലുക്ക്, μ1 സൈൻ തീറ്റ 1 എന്ന് എഴുതരുത്, തീറ്റ എന്ന് തന്നെ എഴുതണം. തീറ്റ ഈസ് ഈക്വൽ ടു μ4 സൈൻ തീറ്റ 4 എന്ന് എഴുതില്ല, തീറ്റ എന്ന് എഴുതുള്ളൂ. കാരണം എന്താ? ഈ രണ്ട് റേയും പാരലലാന്ന് ക്വസ്റ്റ്യനിലുണ്ട്. ദിസ് 2 റേസ് ആർ പാരലൽ. അപ്പോൾ തീറ്റ 1ഉം തീറ്റ 4ഉം സെയിം ആണ്. തീറ്റ 1 വേണമെങ്കിൽ എഴുതിക്കോ, ഇവിടെ തീറ്റ 1 എഴുതിക്കോ, ഇവിടെ തീറ്റ 4 എഴുതിക്കോ. എന്നിട്ട് തീറ്റ 1 ഈക്വൽ ടു തീറ്റ 4 ആയതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് എഴുതാം? μ1 ഈക്വൽ ടു μ4 എന്ന് എഴുതാം. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും പെയർ ഓഫ് മീഡിയത്തിൽ ശ്രദ്ധിക്കൂ, വെൻ ലൈറ്റ് റേ റിഫ്രാക്ട് ത്രൂ പാരലൽ സ്ലാബ്, ഏതെങ്കിലും രണ്ട് മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് സെയിം ആണെങ്കിൽ ആ രണ്ട് മീഡിയത്തിലും ലൈറ്റ് റേ പാരലായിരിക്കും. അല്ലെങ്കിൽ തിരിച്ചും പറയാം, ലൈറ്റ് റേ പാരലാണെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് സെയിം ആയിരിക്കും. അപ്പോൾ μ1 ഈസ് ഈക്വൽ ടു μ4 എന്നുള്ള ആൻസർ. μ4ഉം μ1ഉം സെയിം ആണ്. സിമ്പിൾ. ഞാൻ ഇവിടെ പറഞ്ഞ അതേ കോൺസെപ്റ്റ് തന്നെയാണ് കേട്ടോ, സെയിം കോൺസെപ്റ്റ്. ഇനി ഒരു പ്രോബ്ലം കൂടി ഇതേ കോൺസെപ്റ്റ് ഞാൻ ചെയ്യിക്കാം, കാരണം ഇത് വളരെ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. നോക്കൂ, എ റേ ഓഫ് ലൈറ്റ് ഈസ് ഇൻസിഡന്റ് അറ്റ് ഗ്ലാസ് വാട്ടർ ഇന്റർഫേസ് അറ്റ് ആൻ ആംഗിൾ ഐ. ഇത് ഗ്ലാസ്, ഇവിടെ നിങ്ങൾ പാരലൽ സ്ലാബായിട്ട് എടുത്താൽ മതി. പാരലൽ സ്ലാബ്, ഇത് ഗ്ലാസ് ആണ്, ഇത് വാട്ടർ ആണെന്നേ ഉള്ളൂ. പാരലൽ മീഡിയമാണ്, പാരലാണ് അല്ലേ? പാരലാണ്. ഇറ്റ് എമർജൻസ് ഫൈനലി പാരലൽ ടു ദ സർഫസ് ഓഫ് വാട്ടർ. എമർജ് ഫൈനലി പാരലൽ. കണ്ടോ, ഇത് പാരലായിട്ട് എമർജ് ചെയ്യുന്നു. ദെൻ വാല്യൂ ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ്, ഇതിൻ്റെ വാല്യൂ എത്ര എന്നാണ്. ഈ പറഞ്ഞത് തന്നെ ചെയ്താൽ മതി. μg എത്ര എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെയും ഇത് പാരലൽ സ്ലാബ് ആയതുകൊണ്ട് ഇത് മീഡിയം 1, ഓക്കെ, ഇത് മീഡിയം വാട്ടർ മീഡിയം 2, എയർ മീഡിയം 3. ഞാൻ മീഡിയം 1ലും 3ലും ഇക്വേറ്റ് ചെയ്യാൻ എനിക്ക് എങ്ങനെ ഇക്വേറ്റ് ചെയ്യാം? നമ്മളിപ്പോൾ പഠിച്ചതല്ലേ ഉള്ളൂ. പാരലാണ്, സർഫസ് പാരലാണെങ്കിൽ, ഇത് JEE അഡ്വാൻസ് ക്വസ്റ്റ്യൻ തന്നെയാണ്, 2003 ചോദിച്ചതാണ് കേട്ടോ. JEE അഡ്വാൻസ് ക്വസ്റ്റ്യൻ. പാരലാണെങ്കിൽ നമുക്ക് സിമ്പിളി എന്ത് പറയാം? എൻ സൈൻ തീറ്റ
എന്തായിരിക്കണം? ഏത് മീഡിയത്തിലെടുത്താലും സെയിം ആയിരിക്കണം. ദാറ്റ്സ് എ മീനിങ് എൻ സൈൻ തീറ്റ. അപ്പം ഞാൻ മീഡിയം 1ഉം മീഡിയം 3യും ഇക്വേറ്റ് ചെയ്യുക എൻ സൈൻ തീറ്റ. എൻ എന്ന് പറയുന്നത് എന്താ? മ്യൂ ജി. സൈൻ തീറ്റ എന്ന് പറയുന്നത് എന്താ? സൈൻ ഐ. ദെയർഫോർ ഐ ക്യാൻ റൈറ്റ് വാട്ട്? മ്യൂ ജി സൈൻ ഐ ഈക്വൽ ടു മൂന്നാമത്തെ മീഡിയത്തിലേക്ക് പോവാം. മൂന്നാമത്തെ മീഡിയം എയറ, അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1 ആണ്. അപ്പോൾ 1 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1. അവിടുത്തെ ആംഗിൾ എത്രയാ? സൈൻ തീറ്റ എന്നുള്ളത് സൈൻ 90. അപ്പം നിങ്ങൾക്ക് എന്താ വേണ്ടത്? വാട്ട് ഡു യു വാണ്ട്? ഇവിടെ വേണ്ടത് എന്താണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മ്യൂ ജി ആണ് വേണ്ടത്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് ഈസ് 1 ഡിവൈഡഡ് ബൈ സൈൻ ഐ. 1 ഡിവൈഡഡ് ബൈ സൈൻ ഐ എന്ന് വരും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. കണ്ടോ? അപ്പോൾ ആ കോൺസെപ്റ്റ് പഠിക്കുകയാണെങ്കിൽ ആ ടൈപ്പിലുള്ള എല്ലാ പ്രോബ്ലവും നമുക്ക് ഈസി ആയിട്ട് ടാക്കിൾ ചെയ്യാൻ പറ്റും. സെയിം തിങ് ആണ്, സെയിം തിങ്, ഒരു വ്യത്യാസമില്ല. പാരലൽ സ്ലാബ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 6th ക്വസ്റ്റ്യൻ നോക്കിയേ. നോക്കൂ, എ റേ ഓഫ് ലൈറ്റ് ട്രാവലിംഗ് ഇൻ വാട്ടർ ഈസ് ഇൻസിഡൻറ്റ് ഓൺ ഇറ്റ് സർഫസ് ഓപ്പൺ ടു എയർ. വാട്ടർ, ഇത് വാട്ടറിലാണ്, എയറിലേക്ക് അത് പ്രൊപ്പഗേറ്റ് ചെയ്യുകയാണ്. ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് തീറ്റ വിച്ച് ഈസ് ലെസ് ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ. ഈ ആംഗിൾ ഉണ്ടല്ലോ കുട്ടികളെ, അത് ക്രിട്ടിക്കൽ ആംഗിളേക്കും കുറവായതുകൊണ്ട് എന്ത് സംഭവിക്കും? ക്രിട്ടിക്കൽ ആംഗിൾ ആയിരുന്നുവെങ്കിൽ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ സംഭവിച്ചേനെ. ക്രിട്ടിക്കൽ ആംഗിൾ ആയിരുന്നുവെങ്കിൽ. ക്രിട്ടിക്കൽ ആംഗിൾ അല്ല എങ്കിൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഉണ്ടാവും, പക്ഷേ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആയിരിക്കില്ല. എന്ന് പറഞ്ഞാൽ എ പാർട്ട് ഓഫ് ദ എനർജി വിൽ ബി റിഫ്രാക്റ്റഡ്, എ പാർട്ട് വിൽ ബി റിഫ്ലക്റ്റഡ്. ഓക്കെ, എപ്പോഴൊക്കെ റിഫ്രാക്ഷൻ നടക്കുന്നുണ്ടോ അവിടെയെല്ലാം റിഫ്ലക്ഷനും സംഭവിക്കുന്നുണ്ട്. ഓക്കെ, റിഫ്രാക്ഷൻ സംഭവിക്കുമ്പോഴെല്ലാം റിഫ്ലക്ഷൻ സംഭവിക്കുന്നുണ്ട്. എ പാർട്ട്, ഒരു ചെറിയ പെർസെൻറ്റേജ് ഓഫ് എനർജി മാത്രമേ റിഫ്ലക്ഷൻ സംഭവിക്കുന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് എന്താ വേണ്ടത്? ദെൻ ദെയർ വിൽ ബി, ഓരോന്നും നമുക്ക് നോക്കാം. ഓൺലി എ റിഫ്രാക്റ്റഡ് റേ ആൻഡ് നോ റിഫ്ലക്റ്റഡ് റേ. അത് തെറ്റാണ്. റിഫ്രാക്റ്റഡ് റേ മാത്രമല്ല ഉള്ളത്. കണ്ടോ, എ പാർട്ട് വിൽ ബി റിഫ്രാക്റ്റഡ്. എന്താ സംഭവിച്ചത് ഇവിടെ? ഇറ്റ് ബെൻസ് അവേ ഫ്രം ദ നോർമൽ. എന്തുകൊണ്ടാണ് ബെൻഡ് അവേ ഫ്രം ദ നോർമൽ ആയത്? ഇത് എയർ ആണ്, ഡെൻസർ മീഡിയം അല്ല, റെയറർ മീഡിയം ആണ്. ഡെൻസറിൽ നിന്ന്, ഇത് ഡെൻസർ ആണ് കേട്ടോ, ഡെൻസർ, ഇതോ റെയറർ. ഡെൻസറിൽ നിന്ന് റെയറിലേക്ക് പോകുമ്പോൾ ബെൻസ് അവേ ഫ്രം ദ നോർമൽ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ആദ്യമേ പറഞ്ഞത് തെറ്റാണെന്ന് ഉറപ്പാണ്. റിഫ്ലക്റ്റഡ് റേ, നോ റിഫ്രാക്റ്റഡ് റേ എന്ന് പറയുന്നത് തെറ്റാണ്. റിഫ്രാക്റ്റഡ് റേയും ഉണ്ട്, റിഫ്ലക്റ്റഡ് റേയും ഉണ്ട്. അപ്പോൾ സെക്കൻഡ് വണ്ണും തെറ്റാണ്. ഓൺലി റിഫ്രാക്റ്റഡ് റേ ആൻഡ് നോ റിഫ്ലക്റ്റഡ് റേ എന്ന് പറയുന്നത് തെറ്റാണ്. ഇനി ഈ ആംഗിൾ ഉണ്ടല്ലോ കുട്ടികളെ, നമുക്ക് എന്താ വേണ്ടേ? ദ റിഫ്ലക്റ്റഡ് റേ ആൻഡ് ദ റിഫ്രാക്റ്റഡ് റേ ആൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ദം വുഡ് ബി ലെസ് ദാൻ 180 - 2 തീറ്റ. അത് ചെക്ക് ചെയ്യണം. റിഫ്ലക്റ്റഡ് റേയും ഉണ്ടാവും, റിഫ്രാക്റ്റഡ് റേയും ഉണ്ടാവും. അവ തമ്മിലുള്ള ആംഗിൾ എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, നോക്കിയ കുട്ടികളെ, ഈ മൊത്തം ആംഗിൾ എത്രയാണ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇങ്ങനെ ആലോചിച്ച് നോക്കി. ഇതൊരു സ്ട്രെയിറ്റ് ലൈനാണ്, നോർമൽ. ഇത് മൊത്തം കൂട്ടിയാൽ 180 അല്ലേ? 180 അല്ലേ? അപ്പം ഇത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 6 ആയിക്കോട്ടെ. ഇത് ഇവിടെ ഇന്റേണൽ റിഫ്ലക്ഷൻ സംഭവിച്ചുകൊണ്ട് ഇത് തീറ്റയാണെങ്കിൽ, ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഈ ആംഗിൾ തീറ്റയായിരിക്കും. അപ്പം ഈ മൊത്തം ആംഗിൾ കൂട്ടി നോക്കിയാൽ 180 കിട്ടണം. എന്ന് പറഞ്ഞാൽ എന്താ? ഈ ആറും ഈ ആൽഫയും ഈ തീറ്റയോടെ കൂട്ടിയാൽ 180 കിട്ടണം. എന്ന് പറഞ്ഞാൽ ആൽഫ എന്ന് പറയുന്നത് 180, ആൽഫ എന്ന് പറയുന്നത് 180 മൈനസ് ആർ പ്ലസ് തീറ്റയാണ്. 180 മൈനസ് ആർ പ്ലസ് തീറ്റ. ഇനി ആർ പ്ലസ് തീറ്റ, ഇവിടെ 2 തീറ്റയുടെ ടൈമിലാണ് ആൻസർ തന്നിട്ടുള്ളത്. ഇനി ഞാൻ ചെയ്യുന്നത് നോക്കിയോളൂ. നിങ്ങൾക്കറിയാം ആർ ഗ്രേറ്റർ ദാൻ തീറ്റയാണെന്ന് നിങ്ങൾക്കറിയാം. ദാറ്റ് ഈസ് വെരി ഓബിയസ്. ഇത് ഈ ആംഗിളിലേക്കും വലുതായിരിക്കും, കാരണം ദ റേ ഹാസ് ബെൻഡ് അവേ ഫ്രം ദ നോർമൽ. ഇനി ഞാൻ എന്താ ചെയ്യുന്നത് അറിയാവോ? രണ്ടിടത്തും തീറ്റയും കൂടി ആഡ് ചെയ്യുക. കാരണം ഇവിടെ ആർ പ്ലസ് 2 തീറ്റയുണ്ട് കേട്ടോ, ഇവിടെ ആർ പ്ലസ് 2 തീറ്റയുണ്ട്. അപ്പം ഞാൻ ആർ പ്ലസ് തീറ്റ, രണ്ടിടത്തും ഞാൻ തീറ്റ ആഡ് ചെയ്യുക. ആർ പ്ലസ് തീറ്റ ഈസ് ഗ്രേറ്റർ ദാൻ 2 തീറ്റ. തീറ്റ ഈസ് എ പോസിറ്റീവ് നമ്പർ. വെൻ യു ആഡ് ദ ഇന്നീക്വാലിറ്റീസ് ഡയറക്ഷൻ ഡസൻ ചേഞ്ച്. ഇന്നീക്വാലിറ്റി അങ്ങനെ തന്നെ നിൽക്കും. ഇനി ഞാൻ ഒരെണ്ണം ചെയ്യുക, ഇവിടെ മൈനസ് കാണുന്നില്ലേ, അതുകൊണ്ട് ഇവിടെയും മൈനസ് എടുക്കുന്നു, ഇവിടെയും മൈനസ് എടുക്കുന്നു. അപ്പം ഇനീക്വാലിറ്റിയുടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യും ഇല്ലേ? മൈനസ് ആർ പ്ലസ് തീറ്റ, ഇനീക്വാലിറ്റിയുടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യണം, ലെസ് ദാൻ -2 തീറ്റ. ഓക്കെ,
ഇനി ഞാൻ ഒരു പോസിറ്റീവ് നമ്പർ രണ്ട് സൈഡിലും ആഡ് ചെയ്യുക 180. അപ്പോൾ എന്ത് ചെയ്യും 180 മൈനസ് ആർ പ്ലസ് തീറ്റ ലെസ് ദാൻ 180 മൈനസ് 2 തീറ്റ. ഇവിടെ ഡയറക്ഷൻ ഓഫ് ഇനീക്വാലിറ്റി ചേഞ്ച് ചെയ്യില്ല, കാരണം ഞാൻ ആഡ് ചെയ്ത് എന്താ, ഞാൻ ആഡ് ചെയ്ത് പോസിറ്റീവ് നമ്പറാണ്. എന്താണ് 180 മൈനസ് ആർ പ്ലസ് തീറ്റ എന്ന് പറഞ്ഞാൽ ആൽഫയല്ലേ? Therefore you can say alpha, you can easily say alpha less than 180 minus 2 theta. That's answer. Would be less than 180 minus 2 theta. That's answer. ആലോചിച്ച് നോക്കൂ, ലോജിക്ക് കൃത്യമായിട്ട് അപ്ലൈ ചെയ്യൂ. ഇനീക്വാലിറ്റിയെ കുറിച്ച് നിങ്ങൾക്ക് ഐഡിയ ഉണ്ടല്ലോ. ഇനീക്വാലിറ്റീസ് ഐഡിയ ഡോണ്ട് യു ഹാവ്? യെസ്, ആൽഫ ലെസ് ദാൻ 180 മൈനസ് 2 തീറ്റ. അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്കറിയാം ഇത് തീറ്റയാണെങ്കിൽ ഇത് തീറ്റയായിരിക്കും. അപ്പോൾ ഈ ആൽഫ എന്ന് പറയുന്നത് 180 മൈനസ് 2 തീറ്റേനെ കഴിഞ്ഞും കുറവായിരിക്കും. 180 മൈനസ് 2 തീറ്റ എന്ന് പറഞ്ഞാൽ ഇവിടം വരെയാണ്. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. ഇത് തീറ്റ, ഇത് തീറ്റ. അപ്പോൾ 180 മൈനസ് 2 തീറ്റ എന്ന് പറഞ്ഞാൽ ഈ ആംഗിളാണ് 180 മൈനസ് 2 തീറ്റ. ഇവിടെയുള്ള ആംഗിൾ അതിനേക്കഴിഞ്ഞും കുറവായിരിക്കുമെന്ന്. ദാറ്റ്സ് എ മീനിങ് ഓഫ് ദാറ്റ്. ഇതറിയില്ലാത്തവർക്കും ഡയഗ്രാം കോമൺ സെൻസ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഇനി നോക്കിയേ, അടുത്ത ക്വസ്റ്റ്യൻ. ആരും ഒന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ലല്ലോ, നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? ഇമ്മീഡിയറ്റ്ലി പറയൂ. മനസ്സിലാവുന്നില്ലേ? ക്വസ്റ്റ്യൻസും ആൻസേഴ്സും എല്ലാം ക്ലിയർ ആവുന്നില്ലേ? ക്വസ്റ്റ്യൻ വായിക്കാൻ പറ്റുന്നില്ലേ? ആൻസർ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മനസ്സിലാവുന്നില്ലേ? ഒന്ന് ചാറ്റ് ചെയ്യൂ. ഇനി അടുത്തതിലേക്ക് ഞാൻ പോവാം. എ പോയിന്റ് ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് ദ സെന്റർ ഓഫ് എ ഗ്ലാസ് സ്ഫിയർ. ഇതാ ഒരു പോയിന്റ് ഒബ്ജക്റ്റ് സെന്ററിൽ വെച്ചേക്കുന്നു. ഇത് ഒബ്ജക്റ്റ് ആണ്, ഒബ്ജക്റ്റ് സെൻട്രൽ വെച്ചിട്ടുണ്ട്. ഗ്ലാസ് സ്ഫിയർ ഓഫ് റേഡിയസ് 6 സെൻറ്റിമീറ്റർ. 6 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ റേഡിയസ്. ആൻഡ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5. ഇതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n ഈസ് ഈക്വൽ ടു 1.5. അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5. ദ ഡിസ്റ്റൻസ് ഓഫ് വെർച്വൽ ഇമേജ് ഫ്രം ദ സർഫസ് ഓഫ് ദ സ്ഫിയർ ഈസ്. ഇതുണ്ടാക്കുന്ന ഇമേജ് എന്ന് പറഞ്ഞാൽ ഈ ഒബ്ജക്റ്റിൽ നിന്ന് ലൈറ്റ് റേ ഇങ്ങനെ വരില്ലേ കുട്ടികളെ, അത് നോർമൽ ഇൻസിഡൻസ് ആയിരിക്കും. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. നോർമൽ ഇൻസിഡൻസ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ ആ ലൈറ്റ് റേ ബെൻഡ് ആവില്ല, കാരണം ഈ ഒബ്ജക്റ്റ് ഇരിക്കുന്നത് ഇതിൻ്റെ സെൻറ്ററിലായതുകൊണ്ട്. അപ്പോൾ ഇവിടുന്ന് ഒരാൾ നോക്കുകയാണെങ്കിൽ ഈ റേ എവിടുന്ന് വരുന്നതായിട്ട് തോന്നും? ഈ റേ ഇവിടുന്ന് തന്നെ വരുന്നതായിട്ട് തോന്നും. എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് ഇരിക്കുന്ന അതേ സ്ഥാനത്ത് തന്നെയായിരിക്കും ഇമേജും ഉണ്ടാവുക. അപ്പോൾ ആൻസർ 6 ആണ്. ഇനി ഇത് മാത്തമെറ്റിക്കലി എങ്ങനെ, അല്ലെങ്കിൽ നമ്മൾ പഠിച്ച ഫിസിക്സ് വെച്ചിട്ട് എങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കാം. ഓക്കെ, ഫിസിക്സ് വെച്ചിട്ട് നമുക്ക് ഈ ആൻസർ കിട്ടുമോ നോക്കാം. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഇവിടെ സംഭവിക്കുന്നത് റിഫ്രാക്ഷൻ അറ്റ് സ്പെറിക്കൽ സർഫസ്. ഇതാണ് എൻ്റെ സ്പെറിക്കൽ സർഫസ് കേട്ടോ. ഇവിടുന്ന് ഞാൻ നോക്കുന്നതെന്ന് വിചാരിച്ചു. ഐ ആം ലുക്കിംഗ് ഫ്രം ഹിയർ. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ സ്പെറിക്കൽ സർഫസ്. റിഫ്രാക്ഷൻ അറ്റ് സ്പെറിക്കൽ സർഫസിൻ്റെ ഇക്വേഷൻ എല്ലാവർക്കും അറിയാമോ? ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ ആണ്. സാധാരണ കുട്ടികളെല്ലാം മറന്നു കളയുന്ന ഇക്വേഷനാണ്. എന്താ? n2 ഡിവൈഡഡ് ബൈ v മൈനസ് n1 ഡിവൈഡഡ് ബൈ u ഈസ് ഈക്വൽ ടു n2 മൈനസ് n1 ഡിവൈഡഡ് ബൈ r. യു ഹാവ് ടു അപ്ലൈ what is that? You have to apply proper sign to it. എന്ന് പറഞ്ഞാൽ സൈൻ കൺവെൻഷൻ നിങ്ങൾ അപ്ലൈ ചെയ്യണം. v എന്താണ് കുട്ടികളെ? v നമുക്കറിയില്ല ഇമേജ് എവിടെയാണെന്ന്. n2 n1 എന്താണ്? അത് കുട്ടികൾ എപ്പോഴും തെറ്റിക്കുന്ന. n2 എന്ന് പറയുന്നത് n1 എന്ന് പറയുന്നത് ഇൻസിഡന്റ് റേ ഉള്ള മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. ഇതാണ് ഇൻസിഡന്റ് റേ. അപ്പം ഗ്ലാസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് ഇവിടെ n1. n2 എന്ന് പറയുന്നത് എന്താ? റിഫ്രാക്റ്റഡ് റേ ഉള്ള മീഡിയം. റിഫ്രാക്റ്റഡ് റേ എവിടെയാണ് ഉള്ളത്? റിഫ്രാക്റ്റഡ് റേ ഉള്ളത് എവിടെയാണ്? എയറിലാണ് റിഫ്രാക്റ്റഡ് റേ ഉള്ളത്. അപ്പോൾ n2 എന്ന് പറയുന്നത് റിഫ്രാക്റ്റഡ് റേ ഉള്ള മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. വാട്ട് ഈസ് ദാറ്റ്? ദാറ്റ് ഈസ് 1. ഈ n1 ഉം n2 എപ്പോഴും കുട്ടികൾ തെറ്റിക്കുന്ന. ഒന്നുകൂടെ ഞാൻ പറയാം. n1 ഉം n2 ബ്ലൈൻഡ് ആയിട്ട് പഠിച്ചു വെക്കരുത്. n1 ഈസ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മീഡിയം വെയർ ഇൻസിഡന്റ് റേ ലൈസ്. n2 ഈസ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മീഡിയം വെയർ റിഫ്രാക്റ്റഡ് റേ ലൈസ്. ഇവിടെ ഇൻസിഡന്റ് റേ ഇതാ ഇവിടെയാണ് ഉള്ളത്, ഈ ഗ്ലാസ്സിലാണ് ഉള്ളത്. അപ്പോൾ ഗ്ലാസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n1 എടുക്കുക. റിഫ്രാക്റ്റഡ് റേ എവിടെയാണ് ഉള്ളത്? റിഫ്രാക്റ്റഡ് റേ ഉള്ളത് എയറിലാണ്. അപ്പോൾ എയറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n2 എടുക്കുക. അപ്പോൾ n1 ഉം n2 പ്രശ്നമില്ല നമുക്ക്. ഞാൻ എഴുതി തുടങ്ങാം. n2 എന്താണെന്ന് ഞാൻ പറഞ്ഞേ? 1 ബൈ v. ഇനിയും മൈനസ് ഞാൻ ഇട്ടു. n1 എത്രയാ? 1.5. ക്വസ്റ്റ്യനിലുണ്ട് 1 ഗ്ലാസ് ആണെന്ന്. 1.5 ബൈ u. ഇതാണ് എൻ്റെ പോൾ. ഓൾ ഡിസ്റ്റൻസ് ആർ മെഷേർഡ് ഫ്രം ദ പോൾ അല്ലേ? ഇതാണ് പോൾ.
ഇവിടുന്ന് ഈ ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് ഇങ്ങനെയാണ് മെഷർ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഇൻസിഡന്റ് റേയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മെഷർ ചെയ്തത്. അതുകൊണ്ട് ആ ഡിസ്റ്റൻസ് നെഗറ്റീവ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ 6 ആണ് ഡിസ്റ്റൻസ് അല്ലേ, 6 സെൻറ്റിമീറ്റർ ആണ് എൻ്റെ റേഡിയസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, -6 എഴുതാം. -6 എഴുതുമ്പോൾ ഇവിടെ പ്ലസ് ആവും, ഇവിടെ 6 ആവും. ഇനി n2 മൈനസ് n1, n2 എത്രയാണ്, n2 ഈസ് 1 മൈനസ് 1.5 ഡിവൈഡഡ് ബൈ r. r എന്ന് പറഞ്ഞാൽ ഈ കർവേച്ചറിൻ്റെ ഇതിൻ്റെ റേഡിയസും ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ അത് നെഗറ്റീവാണ്, -6. കൺസിസ്റ്റൻ്റ് ആയിരിക്കണം, തെറ്റിക്കരുത്. അപ്പം 1/v ഈസ് ഈക്വൽ ടു 1/v ഈസ് ഈക്വൽ ടു അവിടെ എത്ര കിട്ടി കുട്ടികളെ, അത് മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആവും, ഇത് അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് ആവും അല്ലേ. അവിടെ എത്ര കിട്ടിയെന്ന് ചോദിച്ചാൽ 0.5, മൈനസും പോയി. അപ്പം അത് 0.5 ഡിവൈഡഡ് ബൈ വാട്ട് 6 എന്ന് കിട്ടി, ഇതങ്ങോട്ട് പോയി മൈനസായി 1.5 ഡിവൈഡ് ബൈ 6 എന്ന് വന്നു. അപ്പോൾ 1/v ഈസ് ഈക്വൽ ടു 6 ഡിവൈഡഡ് ബൈ 1 വിത്ത് എ മൈനസ് സൈൻ. അപ്പോൾ v ഈസ് ഈക്വൽ ടു -6 എന്ന് കിട്ടി. -6 എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് ഈ പോയിന്റിൽ നിന്ന് പോളിൽ നിന്ന് -6 അകലെയാണ് എന്ന് പറഞ്ഞാൽ ദ അതർ സൈഡ് ഇൻസിഡന്റ് റേയുടെ ഓപ്പോസിറ്റ് ആണെന്ന് എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് അല്ല ഇമേജ് ഇത് ഇവിടെയാണെന്ന് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് ഇരിക്കുന്നിടത്ത് തന്നെയാണ് ഇമേജ് എന്ന്. അപ്പോൾ ഇമേജും അവിടെ തന്നെ, ഒബ്ജക്റ്റും ഇമേജും ഒരേ സ്ഥലത്തായിരിക്കും. ഇത് ചെയ്യാതെ തന്നെ നിങ്ങൾ പറയണം. എന്നാന്ന് ചോദിച്ചാൽ ഈ ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന ലൈറ്റ് റേ ബെൻഡ് ആവുന്നില്ല, കാരണം നോർമൽ ഇൻസിഡൻസ് ആണ്. അപ്പം ഇവിടുന്ന് ഒരാൾ നോക്കുകയാണെങ്കിൽ വേർ ഡസ് ദിസ് ലൈറ്റ് റേ കം ഫ്രം, ഇവിടുന്ന് ഒരാൾ നോക്കുകയാണ്, ഈ ലൈറ്റ് റേ എല്ലാം ഇവിടുന്ന് വരുന്നതായിട്ട് തോന്നിക്കും, ഇതിന്റെ സെൻട്രലിൽ നിന്ന് വരുന്നതായിട്ട് തോന്നിക്കും. ആ ലൈറ്റ് റേ ആണ് നിങ്ങൾക്ക് ഇമേജ് ഫീലിംഗ് ഉണ്ടാക്കുന്നത്. റിഫ്രാക്റ്റഡ് ലൈറ്റ് റേ എവിടുന്ന് വരുന്നു എന്ന് തോന്നുന്നോ അവിടെയാണ് നിങ്ങളുടെ ഇമേജ് എന്ന് പറഞ്ഞാൽ ഇമേജ് ഈസ് ഹിയർ. അപ്പോൾ ആൻസർ 6 ആണ്. ഡിസ്റ്റൻസ് ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്, കണ്ടോ, ഡിസ്റ്റൻസ് കണ്ടോ, ഡിസ്റ്റൻസ് ഈ 6. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തതിലേക്ക് പോവാം, 8th ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത് കണ്ടോ, ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണേ. നോക്കൂ, എ റേ ഓഫ് ലൈറ്റ് ഈസ് ഇൻസിഡന്റ് ഓൺ ഇക്വിലാറ്ററൽ ഗ്ലാസ് പ്രിസം പ്ലേസ്ഡ് ഓൺ ഹൊറിസോണ്ടൽ ടേബിൾ. ടേബിൾ ഹൊറിസോണ്ടലാ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ബേസ് ഹൊറിസോണ്ടലാ. ഓക്കെ, ഫോർ മിനിമം ഡീവിയേഷൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ. മിനിമം ഡീവിയേഷൻ സംഭവിക്കുമ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ദ റേ എമേർജ് സിമെട്രിക് വിത്ത് റെസ്പെക്ട് ടു പ്രിസം എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, റിഫ്രാക്റ്റഡ് റേ പ്രിസത്തിന്റെ ബേസിന് പാരലായിരിക്കുമോ നിങ്ങൾ പഠിച്ചിട്ടുള്ള മിനിമം ഡീവിയേഷൻ കണ്ടീഷനിൽ അല്ലേ. റിഫ്രാക്റ്റഡ് റേ ഇതിൻ്റെ ഉള്ളിലെ പ്രിസത്തിന്റെ ഉള്ളിലെ റേ ബേസിന് പാരലായിരിക്കും. ബേസ് ഹൊറിസോണ്ടലാന്ന് പറയുന്നുണ്ട്, അപ്പോൾ റിഫ്രാക്റ്റഡ് റേ ഹൊറിസോണ്ടലാന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി. QR ഈസ് ഹൊറിസോണ്ടൽ. ദാറ്റ്സ് ആൻസർ. QR ഈസ് ഹൊറിസോണ്ടൽ. So simple. Why it is horizontal? Because base is horizontal. In fact, നിങ്ങൾ പറയേണ്ടത് QR is parallel to base എന്നാണ് പറയേണ്ടത്. QR refracted ray must be parallel to base. Base horizontal ആയതുകൊണ്ട് refracted ray is horizontal എന്ന് പറയുന്നതിൽ തെറ്റില്ല. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 9th ക്വസ്റ്റ്യൻ നോക്കിയേ. Look at 9th question. Two plane mirrors A, B are aligned parallel to each other. ഇത് കണ്ടോ, രണ്ട് പ്ലെയിൻ മിററാണ്, aligned parallel to each other as shown in the figure. A light ray is incident at an angle 30. ഓക്കെ, ഇത് നോർമൽ ആണ്, 30 ആംഗിളിൽ വന്ന് പതിക്കുകയാണ്, 30 ആംഗിൾ. At a point just inside one end of A, ഇത് A എന്ന് പറയുന്ന മിറർ അതിൻ്റെ എൻഡിൽ വന്ന് പതിച്ചു. ഓക്കെ, one end of the A. The plane of incident coincide with that of figure. Plane of coincident ഉണ്ടല്ലോ, plane of incident ഈ ഫിഗറിൻ്റെ അതേ പ്ലെയിനിലാണ്. മാക്സിമം നമ്പർ ഓഫ് ടൈംസ് ദ റേ അണ്ടർഗോസ് റിഫ്ലക്ഷൻ. എത്ര തവണ ഇതിങ്ങനെ റിഫ്ലക്ഷൻ സംഭവിക്കും? ഇത് 30 ആണെങ്കിൽ ഇത് ഇവിടെ 30 ആയിരിക്കും. 30 + 30 60, 30 + 30 60, 30 + 30 60, അങ്ങനെ പോകുന്നത് അല്ലേ. അങ്ങനെ എത്ര തവണ, ഇൻക്ലൂഡിങ് ദ ഫസ്റ്റ് വൺ, ബിഫോർ ഇറ്റ് എമേർജസ് ഔട്ട്, ഇത് പുറത്തു വരുന്നതിന് മുമ്പ് എത്ര തവണ ഇത് റിഫ്ലക്റ്റ് ചെയ്യുമെന്നാണ് അറിയേണ്ടത്. നിങ്ങൾക്ക് ഈ ഡിസ്റ്റൻസ്, ഈ മിററിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട്, ലുക്ക് ഹിയർ. അപ്പോൾ ഈ മിററിൻ്റെ ലെങ്തിനെ ഓരോ റിഫ്ലക്ഷനിലും എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നുണ്ടോ നോക്കിയിട്ട് അതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ. ഫോർ എക്സാമ്പിൾ, ഒരു റിഫ്ലക്ഷൻ കഴിഞ്ഞു എന്ന് വിചാരിക്കുക.
എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്തു? അത് എക്സ് ആണെന്ന് വിചാരിക്കുക. വാട്ട് ഐ എം ടെല്ലിങ് യു ഈസ് ദിസ് ഡിസ്റ്റൻസ് എക്സ് ആണെന്ന് വിചാരിച്ചോ. എക്സ്, ആ എക്സ് നമുക്ക് കണ്ടുപിടിക്കാം. കാരണം ഈ ആംഗിൾ എത്രയാണ്? 30 ആണ്. റിഫ്ലക്ഷൻ ആയതുകൊണ്ട് ഈ മിററുകൾ തമ്മിലുള്ള ദൂരം ഇതാ 0.2 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് അഡ്ജസൻറ്റ് സൈഡ് ഉണ്ട്, ആംഗിളും ഉണ്ട്, ഓപ്പോസിറ്റ് സൈഡ് വേണം ഇല്ലേ? അപ്പോൾ നമുക്ക് ആദ്യമേ ആ എക്സ് കണ്ടുപിടിക്കാം. എക്സ് ഈസ് ഈക്വൽ ടു 0.2 tan 30 എന്ന് പറഞ്ഞാൽ എക്സ് ഈസ് ഈക്വൽ ടു 0.2 ഡിവൈഡഡ് ബൈ √2 എന്ന് പറഞ്ഞാൽ ഒരു റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയും ദൂരം കവർ ചെയ്യപ്പെടും. അപ്പോൾ നിങ്ങളോട് ചോദിച്ചിട്ടുള്ള ഈ ഡിസ്റ്റൻസ് കവർ ചെയ്യണമെങ്കിൽ എത്ര റിഫ്ലക്ഷൻ വേണം എന്ന് പറഞ്ഞാൽ ഇതിനെ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി പോരെ. അപ്പോൾ നമ്പർ ഓഫ് റിഫ്ലക്ഷൻസ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസിനെ എക്സ് കൊണ്ട് കവർ ചെയ്യുക. അതിനെ n എന്ന് ഞാൻ വിളിക്കാം, നമ്പർ ഓഫ് റിഫ്ലക്ഷൻ. ഡിസ്റ്റൻസ് എത്രയാ? 2√3 ഡിവൈഡഡ് ബൈ ഒരു റിഫ്ലക്ഷനിൽ എക്സ് ഡിസ്റ്റൻസ് ആണ് കവർ ചെയ്യപ്പെടുന്നത്. എക്സ് ഡിസ്റ്റൻസ് കവർ ചെയ്യും. അപ്പോൾ എത്ര ഡിഫ്ലക്ഷൻ എന്ന് അറിയാൻ 2√3 ഡിവൈഡ് ബൈ എക്സ്. അപ്പോൾ എത്ര കിട്ടി? ഇവിടെ √2 എന്നാണ് ഞാൻ എഴുതിയത്, തെറ്റിപ്പോയി കേട്ടോ. ഇത് √3 ആണ്, ഇവിടെ √3 ആണ് എഴുതേണ്ടത്. അപ്പോൾ ലെറ്റ് മീ കണ്ടിന്യൂ. ദാറ്റ് ഈസ് 2√3 ഡിവൈഡഡ് ബൈ 0.2 ഡിവൈഡഡ് ബൈ √3. √3 മുകളിലോട്ട് പോകും. അങ്ങനെ എനിക്ക് എത്ര കിട്ടി? 2 into what I get is 2 into 3 divided by 0.2. അപ്പോൾ ഇത് 10 ടൈംസ് ഇല്ലേ? 30 റിഫ്ലക്ഷൻ. 30 is the answer. 30 റിഫ്ലക്ഷൻ. ഇങ്ങനെ ഇൻക്ലൂഡിങ് ദിസ് 1 2 3 4 5 അങ്ങനെ 30 റിഫ്ലക്ഷൻ സംഭവിക്കും. Next question. ഇതൊക്കെ അല്ലേ കുട്ടികളെ? ഒന്നുമില്ല, ഞാൻ ഈ ഡിസ്റ്റൻസിനെ ഒരു റിഫ്ലക്ഷനിൽ കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്തു, അത്രേ ചെയ്തുള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. 10th ക്വസ്റ്റ്യൻ. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യനോ ഇതേ ടൈപ്പ് ക്വസ്റ്റ്യനോ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ലുക്ക്, ആൻ ഒബ്സർവർ ക്യാൻ സീ ത്രൂ എ പിൻ ഹോൾ അറ്റ് ദ ടോപ്പ് എൻഡ് ഓഫ് എ തിൻ റോഡ് ഓഫ് ഹൈറ്റ് എച്ച്. ഒന്നുകൂടെ ഞാൻ വായിക്കാം. ആൻ ഒബ്സർവർ ക്യാൻ സീ ത്രൂ എ പിൻ ഹോൾ അറ്റ് ദ ടോപ്പ് എൻഡ് ഓഫ് എ തിൻ റോഡ് ഓഫ് ഹൈറ്റ് എച്ച് പ്ലേസ്ഡ് ആസ് ഷോൺ ഇൻ ദ ഫിഗർ. എന്ന് പറഞ്ഞാൽ ഇതൊരു റോഡാണ്, എച്ച് ഹൈറ്റുള്ള റോഡ്. ഇതിൻ്റെ ടോപ്പ് എൻഡ് ഒരു ഒബ്സർവറിന് കാണാൻ പറ്റും. പിൻ ഹോളിൽ കൂടെ ഇതൊരു ഒരൊറ്റ ലൈറ്റ് റേ വരുന്ന ഒരു പിൻ ഹോളാണെന്ന് വിചാരിക്കുക. ഇങ്ങനെ ഒബ്സർവറിൻ്റെ കണ്ണ് ഞാൻ വരയ്ക്കാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. സി, ഒബ്സർവർ ഐ ഈസ് ഹിയർ. ഒബ്സർവേഴ്സ് ഐ ഈസ് ഹിയർ. ഓക്കെ, ഒബ്സർവർ സീസ് ഇറ്റ്. എന്തുകൊണ്ടാണ് ഒബ്സർവറിന് ഇതിൻ്റെ ബോട്ടം കാണാൻ പറ്റാത്തത്? ബോട്ടത്തിൽ നിന്നൊരു ലൈറ്റ് റേ എടുക്കുകയാണെങ്കിൽ നോക്കിയേ, ഈ പിൻഹോളിൽ കൂടെ വരില്ലേ? പിൻഹോളിൽ കൂടെ വരും, പക്ഷേ ഒബ്സർവറിൻ്റെ കണ്ണിൽ ആ ലൈറ്റ് റേ എത്തില്ല. നോക്കിയേ, ഓറിയൻറ്റേഷൻ നോക്കൂ. അപ്പം ഒബ്സർവറിൻ്റെ കണ്ണും ഈ പിൻഹോളും ജോയിൻ ചെയ്യുന്ന ലൈൻ നിങ്ങൾ വരയ്ക്കുകയാണെങ്കിൽ ആ ലൈൻ പോകുന്നത് ഈ റോഡിൻ്റെ ടോപ്പിലേക്കാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, റോഡിൻ്റെ ടോപ്പ്, പിൻഹോള്, ഒബ്സർവറിൻ്റെ കണ്ണ്, ഇതെല്ലാം ഒരേ ലൈനിലാണ്. അപ്പം ടോപ്പിൽ നിന്ന് വരുന്ന ലൈറ്റ് റേ മാത്രമേ അദ്ദേഹത്തിന് കാണാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈ ലൈനിൽ ഏത് ലൈറ്റ് റേ വരുന്നോ അത് അദ്ദേഹത്തിന് കാണാൻ പറ്റും. വേറെ ഏത് ലൈനിൽ വന്നാലും, ഫോർ എക്സാമ്പിൾ ബോട്ടത്തിൽ നിന്നൊരു ലൈറ്റ് റേ വരിക, പിൻഹോളിൽ കൂടെ വരിക എന്ന് വിചാരിക്കുക. ഇങ്ങനെ ദാറ്റ് ഡസൻറ്റ് റീച്ച് ദ ഐ ഓഫ് ഒബ്സർവർ. ദാറ്റ്സ് എ പ്രോബ്ലം. That doesn't reach the eye of the observer. Okay, that must be there. The beaker height is 3h. ബീക്കറിൻ്റെ ഹൈറ്റ് ഉണ്ടല്ലോ 3h എന്ന് പറഞ്ഞാൽ ഈ പിൻ ഹോൾ ഉള്ളത് 3h ഹൈറ്റില്ല, ഇത് 3h ഹൈറ്റില്ല. ആൻഡ് ഇറ്റ്സ് റേഡിയസ് ഈസ് h. റേഡിയസ് h എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റേഡിയസ് h ആണ്. ഈ ബീക്കറിൻ്റെ റേഡിയസ് ഉണ്ടല്ലോ h എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ 2h. He can see the lower end of the rod. ഇനി എന്താ? When the beaker is filled with liquid to a height 2h. ഇനി എന്താണ് ചെയ്യുന്നത്?
ഈ ബീക്കറിനെ നമുക്കൊരു ലിക്വിഡ് കൊണ്ട് ഫില്ല് ചെയ്യാം. എത്ര ഹൈറ്റിൽ? 2h ഹൈറ്റിൽ ഇങ്ങനെ ഫില്ല് ചെയ്തു. കണ്ടോ? 2h ഹൈറ്റിലെ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ വരച്ച ഒരു സ്ക്വയർ ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് 2h, ഇത് 2h. ഓക്കെ, അപ്പോൾ ഇതൊരു സ്ക്വയർ ആണ് ഞാനിപ്പം വരച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് ഇത് ഇവിടുന്ന് വരുന്ന ലൈറ്റ് റേ കാണാൻ പറ്റിയെന്ന്. അതെങ്ങനെയാണ് കാണാൻ പറ്റുക? ഇവിടുന്ന് വരുന്ന ലൈറ്റ് റേ ഈ ലൈനിൽ കൂടെ ഇവിടെ എത്തും. എങ്ങനെ എത്തും നോക്കി? ഇവിടുന്ന് ഒരു ലൈറ്റ് റേ വരികയാണെന്ന് വിചാരിക്കുക. അതിവിടെ പതിച്ച ലൈറ്റ് റേ ദേ ഇങ്ങനെ എത്തി. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് കാണാൻ പറ്റിയത്. ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു, ഈ ലൈൻ പിടിച്ചു വരുന്ന ലൈറ്റ് റേ മാത്രമേ അദ്ദേഹത്തിൻ്റെ കണ്ണിലെത്തുകയുള്ളൂ. ഓക്കെ, ഇവിടുന്ന് വരുന്ന ലൈറ്റ് റേ ദേ ഇവിടെ ഇൻസിഡൻറ്റ് ചെയ്തു. പിന്നെ എന്ത് സംഭവിച്ചു? ബെൻഡായി ഇങ്ങനെ എത്തി. അങ്ങനെയാണ് അദ്ദേഹം കണ്ടത്. ഇവിടെ ബോട്ടം കണ്ടത്. അത് ഞാൻ വരയ്ക്കാൻ പോവുകയാണ്. ലെറ്റ് മീ ഡ്രോ ഇറ്റ്. വരയ്ക്കാൻ പോവുകയാണ്. ആ ലൈറ്റ് റേ ഞാൻ റെഡ് കളറിൽ വരയ്ക്കാം. സേ ദിസ് ലൈറ്റ് റേ കംസ് ലൈക്ക് ദിസ്. ലുക്ക് ദാറ്റ് ലൈറ്റ് റേ. ലെറ്റ് ദാറ്റ് ലൈറ്റ് റേ ബി ലൈക്ക് ദിസ്. ഇങ്ങനെ വന്നു. അവിടുന്ന് എന്ത് സംഭവിച്ചു? ഇങ്ങനെ പോകേണ്ട ലൈറ്റ് റേ ആണ്. നിങ്ങൾ ലിക്വിഡ് ഫില്ല് ചെയ്തില്ലെങ്കിൽ ഈ ലൈറ്റ് റേ ഇങ്ങനെ പോവും. എന്ന് പറഞ്ഞാൽ ഒബ്സർവറിൻ്റെ കണ്ണിലെത്തിയല്ല. ലിക്വിഡ് ഫില്ല് ചെയ്തുകൊണ്ട് ഇവിടുന്ന് എന്ത് സംഭവിച്ചു? അത് ബെൻഡായി. ദേ ഇങ്ങനെ ബെൻഡ് ചെയ്ത് ഒബ്സർവറിൻ്റെ കണ്ണിലെത്തി. ഹി ക്യാൻ സി. ഈ ലൈറ്റ് റേ എവിടെ നിന്ന് വരുന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നും? ഈ ലൈറ്റ് റേ ആക്ച്വലി വരുന്നത് എവിടെ നിന്നാണ്? ബോട്ടത്തിൽ നിന്നാണ്. ദെയർഫോർ ഹി വിൽ സീ ദ ബോട്ടം. ബോട്ടം എവിടെ കാണും? ഈ ബോട്ടം ഈ ഹൈറ്റിൽ കാണുന്നു. കണ്ടോ? എന്ന് പറഞ്ഞാൽ ഇത് മൊത്തത്തിൽ ഇങ്ങനെ റേസ് ചെയ്തതായിട്ട് അദ്ദേഹം കാണും. ഇപ്പം ഇങ്ങനെയാണ്. ഈ ബോട്ടം ഈ ഹൈറ്റിൽ കാണുന്നു. മനസ്സിലായോ? He feels that this light ray is coming from here. Actually, this light ray is coming from the bottom. Or bottom gets shifted here. That's what I am telling. ഇനിയും എനിക്ക് വേണ്ടത് ഈ ലിക്വിഡിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. കുട്ടികളെ, ഇവിടെ സംഭവിച്ചത് എന്താ? റിഫ്രാക്ഷനിലെ സ്നെൽസ് ലോ ഇവിടെ ഞാൻ അപ്ലൈ ചെയ്യാൻ പോവാം. സ്നെൽസ് ലോ അപ്ലൈ ചെയ്താൽ മതി. അവിടെ നോക്കൂ, എങ്ങനെയാണ് സ്നെൽസ് ലോ അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുക എന്ന് നോക്കാം നമുക്ക്. ഞാൻ ആദ്യമേ തന്നെ അവിടെ ഒരു നോർമൽ വരച്ചു. നോർമൽ റിഫ്രാക്ഷൻ സംഭവിച്ച സ്ഥലത്തൊരു നോർമൽ വരച്ചു. ഇനി ഞാൻ അഡീഷണൽ ആയിട്ട് ഒരു ലൈനൂടെ വരയ്ക്കുകയാണ്. വൺ മോർ ലൈൻ. അതെന്തിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഷോർട്ട്ലി യു വിൽ അണ്ടർസ്റ്റാൻഡ്. ഒരു ലൈനൂടെ വരച്ചു. എന്താണ് എൻ്റെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, എന്താണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്നൊക്കെ എഴുതാൻ പോവുകയാണ്. ഇത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് I, ഇത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ R. ഇതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N ആയിക്കോട്ടെ കുട്ടികളെ. ലിക്വിഡിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N. എയർ ആണ് ഇവിടെ ഉള്ളത്. ഇവിടുത്തെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1. സ്നെൽസ് ലോ അപ്ലൈ ചെയ്യൂ. N sin I. നോക്കൂ, N റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ലിക്വിഡ്, സൈൻ ഓഫ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ്, സൈൻ I ഈക്വൽ ടു 1. കാരണം എയർ ആണ്. സൈൻ R. ഇനി ഞാൻ ഫിഗറിൽ നോക്കി സൈൻ ഐയും സൈൻ ആറും എഴുതിയാൽ മതി. പ്രശ്നം തീർന്നു. N ഇൻറ്റു സൈൻ I എഴുതാൻ പറ്റുമോ എന്ന് നോക്കി. സൈൻ ഓഫ് I. ടേക്ക് ദിസ് ട്രയാങ്കിൾ. സൈൻ I എഴുതിക്കൂടെ? ഇതെന്താണ്? ഓപ്പോസിറ്റ് H ആണ്. ഇതെന്നാണ്? ഹൈപ്പോട്ടനിയസ്. ഇത് 2h ആണ് നമുക്കറിയാം. 2h ആണെന്നറിയാം. അപ്പം ഹൈപ്പോട്ടനിയസ് എത്രയാ? √5h ആയിരിക്കും. പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്താൽ ഇതിൻ്റെ സ്ക്വയറിനോട് ഇതിൻ്റെ സ്ക്വയർ ആഡ് ചെയ്ത് സ്ക്വയർ റൂട്ട് എടുത്താൽ മതി. മനസ്സിലായോ? ഓക്കെ, അപ്പം സൈൻ I എന്ന് പറയുന്നത്, ലെറ്റ് മീ റൈറ്റ് ഹിയർ, ഇത് h ആണ്, ഇത് 2h ആണ്. അപ്പം ഇത് √2h, √2 അല്ല, √5. ദിസ് റെഡ് വൺ ഈസ് √5h. അപ്പോൾ സൈൻ I ഞാൻ എഴുതുകയാണ്. ഓപ്പോസിറ്റ് H, ഹൈപ്പോട്ടനിയസ് √5h. സൈൻ I ആയി. ഇനി സൈൻ R കണ്ടുപിടിക്കാൻ എന്തെങ്കിലും മാർക്കം ഉണ്ടോ എന്ന് നോക്കി. സൈൻ R ഇവിടെ നോക്കിയാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം ഇവിടെ ഒരു ട്രയാങ്കിളും ഫോം ചെയ്തിട്ടില്ല. പക്ഷേ ഈ ആറും സെയിം അല്ലേ? ഓപ്പോസിറ്റ് ആംഗിൾസ് അല്ലേ? ലുക്ക് അറ്റ് ദിസ് ട്രയാങ്കിൾ. ലുക്ക് അറ്റ് ദിസ്. ഇത് R ആണെങ്കിൽ ഇത് മൊത്തത്തിൽ R അല്ലേ? അപ്പം ഇവിടെ നോക്കി പറഞ്ഞുകൂടെ ദിസ് ഈസ് R. അപ്പം സൈൻ R എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനിയസ്. എങ്ങനെയാ? ഓപ്പോസിറ്റ് H ആണെന്നറിയാം, ഇതും H ആണെന്നറിയാം. H കാരണം നിങ്ങൾ വെള്ളം ഒഴിച്ചത് 2h ഹൈറ്റിലേക്കാണ്. ഈ റോഡിൻ്റെ ഹൈറ്റ് H ആണ്. അപ്പം ഇത് H ആണെന്നറിയാമല്ലോ. ഇത് H. അപ്പം ഇത് √2h ആയിരിക്കും. ദിസ് വൺ മസ്റ്റ് ബി √2h. അപ്പം സൈൻ 1 ഇൻറ്റു സൈൻ ആറും എനിക്ക് പ്രശ്നമില്ല. സൈൻ R എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് വിച്ച് ഈസ് H. ഹൈപ്പോട്ടനിയസ് √2h. ഇനി N ഈസ് ഈക്വൽ ടു സോ സിമ്പിൾ. H എല്ലാം വെട്ടിക്കളയുക. നിങ്ങൾക്ക് √5/2 എന്ന് കിട്ടി.
n is equal to √5/2. Refractive index of the liquid is √5/2. ഇത് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഈ ക്വസ്റ്റ്യൻ പല തവണ ചോദിച്ചിട്ടുണ്ട്, പല എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, പല വെറൈറ്റിയിലാണ് ചോദിച്ചിട്ടുള്ളത്. ഇതേ വേർഡിങ് ആയിരിക്കുകയല്ല, പക്ഷേ കോൺസെപ്റ്റ് ഇതാണ്. കോൺസെപ്റ്റ് ഈസ് ദ സെയിം. റിഫ്രാക്ഷൻ എടുക്കുക, സൈൻ ഐയും സൈൻ ആറും സ്നെൽസ് ലോ അപ്ലൈ ചെയ്യുക, സൈൻ ഐയും സൈൻ ആറും ഡയഗ്രാം നോക്കി ഫിഗർ നോക്കി എഴുതാൻ പഠിക്കണം. അതിന് നിങ്ങളുടെ 8th ക്ലാസ് 9th ക്ലാസ് നോളജ് ഒക്കെ മതി. ഓക്കെ, അടുത്തതിലേക്ക് പോവുകയാണ്. നെക്സ്റ്റ് വൺ. ഇത് മനസ്സിലായ കുട്ടികളെ, ഇറ്റ്സ് എ വണ്ടർഫുൾ പ്രോബ്ലം, വെരി ഗുഡ് പ്രോബ്ലം. ഓക്കെ, ഇതിൻ്റെ കോൺസെപ്റ്റ് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 11th ക്വസ്റ്റ്യൻ നോക്കിയേ. ഇത് നിങ്ങൾക്ക് പരിചയമുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും, ബട്ട് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പല എക്സാമിനും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. ഇത് ഏതിനൊക്കെയാണ് ചോദിച്ചതെന്ന് ചോദിച്ചാൽ, ആദ്യമേ അപ്പിയർ ചെയ്തത് 2000 അഡ്വാൻസ്ഡ് ആണ്. പിന്നെ ഒളിമ്പിയാഡിന് ചോദിച്ചിട്ടുണ്ട്, 2 പ്രാവശ്യം JEE Main ചോദിച്ചിട്ടുണ്ട്, 2 times. നോക്കൂ, എ പോയിന്റ് സോഴ്സ് എസ്, ഇത് കണ്ടോ, ഒരു പോയിന്റ് സോഴ്സ് എസ് ഈസ് പ്ലേസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് L ഇൻ ഫ്രണ്ട് ഓഫ് ദ സെൻറ്റർ ഓഫ് പ്ലെയിൻ മിറർ ഓഫ് വിഡ്ത്ത് D. ഇതൊരു പ്ലെയിൻ മിററാണ്. അതിൻ്റെ സെൻറ്ററിൽ ഒരു സോഴ്സ് വെച്ചു. അപ്പോൾ സോഴ്സിൽ നിന്ന് ലൈറ്റ് റേ ഇങ്ങനെ വന്ന് ഈ മിററിൽ പതിക്കും, ഇല്ലേ? ഇങ്ങനെ മിററിൽ പതിക്കും. എന്നിട്ടോ എന്നിട്ട് റിഫ്ലക്റ്റ് ചെയ്യും. ഇങ്ങനെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്നുള്ള റൂള് പാലിച്ചുകൊണ്ട് ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യും. പക്ഷേ ഇവിടെ നിന്ന് ഒരാൾ നോക്കുകയാണെന്ന് വിചാരിക്കുക. ഇവിടെ നിന്ന് ഒരാൾ നോക്കുകയാണെങ്കിൽ ഈ ലൈറ്റ് റേ ഒക്കെ എവിടെ നിന്ന് വരുന്നതായിട്ട് തോന്നിക്കും? ഈ മിററിൻ്റെ ബിഹൈൻഡ് ഇവിടെ നിന്ന് വരുന്നതായിട്ട് തോന്നിക്കും. അതാണ് ഈ സോഴ്സിൻ്റെ ഇമേജ്. ഈ സോഴ്സിൻ്റെ ഇമേജിൽ നിന്ന് വരുന്നതായിട്ട് തോന്നും. മനസ്സിലാകുക? ഓക്കെ, അതവിടെ നിൽക്കട്ടെ. വെർട്ടിക്കലി ഓൺ ദ വാൾ, എ മാൻ വാക്സ് ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ എലോങ് ദ ലൈൻ പാരലൽ ടു ദ മിറർ അറ്റ് എ ഡിസ്റ്റൻസ് 2L. പാരലൽ ടു ദ മിറർ, ഈ ഡിസ്റ്റൻസ് 2L. ഇങ്ങനെ ഒരാൾ നടന്നു പോവുകയാണ്, ഇങ്ങനെ നടന്നു പോവുകയാണ് ഫ്രം ദ മിറർ. ഇത് ദ ഗ്രേറ്റസ്റ്റ് ഡിസ്റ്റൻസ് ഓവർ വിച്ച് ഹി ക്യാൻ സീ ദ ഇമേജ് ഓഫ് ദ സോഴ്സ്. ഈ ഇമേജിനെ എത്ര ഡിസ്റ്റൻസ് വരെ കാണാൻ പറ്റും എന്ന് ചോദിച്ചാൽ, ഈ ഇമേജിൽ നിന്നാണല്ലോ ലൈറ്റ് റേ വരുന്നതായിട്ട് തോന്നിക്കുക. ഒബ്ജക്റ്റ് ഒക്കെ വിട്ടേക്ക്, ലൈറ്റ് റേ സീംസ് ടു കം ഫ്രം ദിസ് ഇമേജ്. അപ്പം നമുക്ക് എവിടം തൊട്ട് എവിടം വരെ, ഒന്നുകൂടെ ഞാൻ വരയ്ക്കാം. സി ദ ലൈറ്റ് റേ സീംസ് ടു കം ഫ്രം ദ ഇമേജ്. ഞാൻ വരയ്ക്കാം, ഡീസൻ്റ് ആയിട്ട് ഞാൻ വരയ്ക്കാം. ലുക്ക് ഹിയർ ഈസ് എ ലൈറ്റ് റേ. ആദ്യമേ തന്നെ ഞാൻ ഇമേജ് വരയ്ക്കാം, സോഴ്സിൻ്റെ ഇമേജ്. ഇതേ ഡിസ്റ്റൻസിലായിരിക്കും കേട്ടോ. ഇതെല്ലാണെങ്കിൽ L ഡിസ്റ്റൻസ് ഇങ്ങോട്ട് വരൂ. ഇവിടെ ഇമേജ് ഫോം ചെയ്തു, ഇമേജ് I. ഇതിൽ നിന്ന് ലൈറ്റ് റേ സീംസ് ടു എമിനേറ്റ്. ഓക്കെ, മിററിനെ ടച്ച് ചെയ്ത് വരയ്ക്കുക. കാരണം റിഫ്ലക്റ്റഡ് റേ കംസ് ഫ്രം ദ ഇമേജ്. റിഫ്ലക്റ്റഡ് റേ മിററിൽ തട്ടിയാണ് വരുന്നത്. മിററിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും റിഫ്ലക്റ്റഡ് റേ ഇല്ല. ഇത് കണ്ടോ, ഇവിടുന്ന് വരുന്ന ലൈറ്റ് റേ എല്ലാം ഇങ്ങനെ അങ്ങ് പോവുകയുള്ളൂ. ദേ ഡോണ്ട് ഗെറ്റ് റിഫ്ലക്റ്റഡ്. നമ്മളെന്താണ്, ഈ റിഫ്ലക്റ്റഡ് റേ സീംസ് ടു കം ഫ്രം ദ ഇമേജ് എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ബാക്കിയും കൂടെ ഞാൻ വരയ്ക്കാം. ലുക്ക്, സി ലൈറ്റ് റേസ് സീംസ് ടു കം ലൈക്ക് ദിസ്. ഇങ്ങനെ വരും. അപ്പോൾ ഇതാ ഒബ്സർവർ ഇങ്ങനെ നടന്നു പോവുകയാണ് കേട്ടോ. ഒബ്സർവർ ഇങ്ങനെ നടന്നു പോവുക. അദ്ദേഹം ഇവിടം തൊട്ട് ഇവിടം വരെ കാണും ഈ ഇമേജിനെ. ഈ ഇമേജിനെ അദ്ദേഹം ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെ എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് ആണ് നമുക്ക് വേണ്ടത്. അതിനെ എക്സ് എന്ന് ഞാൻ വിളിച്ചു എന്ന് വിചാരിക്കാം. ഇപ്പം നിങ്ങൾ നോക്കിയേ, ഇതിൽ സിമിലർ ട്രയാങ്കിളിൻ്റെ പ്രോപ്പർട്ടി വല്ലതും അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിയേ. ഈ വലിയ ട്രയാങ്കിൾ എടുക്കൂ, ആ ട്രയാങ്കിളും ഈ ചെറിയ ട്രയാങ്കിളും സിമിലർ ആയിരിക്കും. സിമിലർ റീസൺ വളരെ ഒബിയസ് ആണ് അല്ലേ? വൺസ് അഗൈൻ ഐ സേ, ദിസ് സ്മോൾ ട്രയാങ്കിൾ, ദിസ് വൺ ആൻഡ് ദിസ് ബിഗ് ട്രയാങ്കിൾ, ദിസ് വൺ ആർ സിമിലർ. അതുകൊണ്ട് നിങ്ങൾക്ക് കറസ്പോണ്ടിങ് സൈഡ് ഇക്വേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ സൈഡ് ബൈ സൈഡ് ഈക്വൽ ടു ഹൈറ്റ് ബൈ ഹൈറ്റ് എന്നും പറയാം. ഈ ഹൈറ്റ് ഡിവൈഡ് ബൈ ഈ ഹൈറ്റ്. ഒരു സിമിലർ ട്രയാങ്കിളിൻ്റെ എല്ലാ സൈഡ്സും കറസ്പോണ്ടിങ് സൈഡും റേഷ്യോയിലായിരിക്കുന്ന പോലെ കറസ്പോണ്ടിങ് ഹൈറ്റും റേഷ്യോയിലായിരിക്കും. എന്ന് പറഞ്ഞാൽ സൈഡിൻ്റെ റേഷ്യോയും ഹൈറ്റിൻ്റെ റേഷ്യോ എല്ലാം സെയിം ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് പറയാം? എക്സ് ബൈ, ഇതാണ് എക്സ്, ദിസ് ഈസ് എക്സ്. വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് ഡി. എക്സ് ബൈ ഡി, സൈഡിൻ്റെ റേഷ്യോ. എക്സ് ബൈ ഡി, ലെറ്റ് മീ റൈറ്റ്, എക്സ് ബൈ ഡി മസ്റ്റ് ബി ഈക്വൽ ടു, ഇനി ഹൈറ്റിൻ്റെ റേഷ്യോ
ഇവിടുന്ന് വലിയ ട്രയാങ്കിളുടെ ഹൈറ്റ് ഇവിടുന്ന് ഇവിടം വരെ 2L ഉണ്ടെന്ന് ക്വസ്റ്റ്യനിലുണ്ട്. 2L. ഇവിടുന്ന് ഇവിടം വരെ L ആണെന്ന് നമുക്കറിയാം. L. അങ്ങനെ അത് മൊത്തത്തിൽ 3L ആയി. 3L. ഇനി ഹൈറ്റ് ഓഫ് സ്മോൾ ട്രയാങ്കിൾ. ടേക്ക് ദിസ് ട്രയാങ്കിൾ. ഈ ട്രയാങ്കിൾ എടുക്കൂ. ഈ ട്രയാങ്കിളുടെ ഹൈറ്റ് ഇത് അത് L ആണ്. എന്തുകൊണ്ടാണ് L? ഒബ്ജക്റ്റ് എത്ര ഡിസ്റ്റൻസിലാണ് ഉള്ളത്? L ഡിസ്റ്റൻസിലാണ്. അപ്പോൾ ഇമേജും L ഡിസ്റ്റൻസിലാണ്. അപ്പോൾ ഈ സ്മോൾ ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് L ആണ്. അങ്ങനെ x ഈസ് ഈക്വൽ ടു 3D എന്ന് കിട്ടി. 3D ആണ് ആൻസർ. അറിയാവുന്ന ആൻസറാണ്. നിങ്ങൾ ഇമ്മീഡിയറ്റ്ലി ചാറ്റ് ചെയ്യണം കേട്ടോ. ഇതൊക്കെ എത്ര തവണ ഞാൻ ചെയ്തു തന്ന, കുറേ തവണ ഞാൻ ചെയ്തു തന്ന പ്രോബ്ലംസ് ആണിത്. നിങ്ങൾക്ക് അറിയാവുന്ന ആൻസറാണ്, പരിചയമുള്ള ആൻസറാണ്. അറിയാമെങ്കിൽ നിങ്ങൾ ഇമ്മീഡിയറ്റ്ലി ചാറ്റ് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഒരു 4 ക്വസ്റ്റ്യൻ കൂടെ കഴിഞ്ഞാൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയ കുട്ടികളെ, 12th ക്വസ്റ്റ്യൻ. A diverging beam of light from source S having divergence angle alpha falls symmetrically on glass slab as shown. ഇതുണ്ടോ? ഒരു ഡൈവേർജിങ് ബീം ഇങ്ങനെ വന്ന് പതിക്കുക ഒരു സ്ലാബിൽ. The angle of incident of two extreme rays are equal. ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് എന്ന് പറഞ്ഞാൽ സിമെട്രിക് ആയിട്ടാണ് പതിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് I ആണെങ്കിൽ ഇത് Y തന്നെയായിരിക്കും. ഓക്കെ. If the thickness of the slab is T, സ്ലാബിൻ്റെ thickness T ആണ്, and its refractive index N ആണ്, then the divergence angle of emergent beamൻ്റെ ഡൈവേർജിങ് ആംഗിൾ എത്ര? നോക്കിക്കോട്ടെ, ഒരു സ്ലാബിൽ ഒരു ലൈറ്റ് റേ പതിക്കുമ്പോൾ അതിന് ഡീവിയേഷൻ സംഭവിക്കുന്നില്ല, ലാറ്ററൽ ഷിഫ്റ്റേ സംഭവിക്കുന്നുള്ളത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു ലൈറ്റ് റേ വരികയാണെങ്കിൽ they bend towards the normal, then it will go like this. ഇങ്ങനെ പോകും എന്ന് പറഞ്ഞാൽ ഈ ലൈറ്റ് റേയും പാരലായിരിക്കും. ലെറ്റ് മീ ഡ്രോ ദാറ്റ്. അത് ഞാൻ വരയ്ക്കാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. സി, ലൈറ്റ് റേയുടെ ഈ ലൈറ്റ് റേ ഇങ്ങനെ വരുന്നു. സി, ദെൻ ഇറ്റ് ബെൻഡ്സ് ലൈക്ക് ദിസ്. ഓക്കെ, ദെൻ ഇറ്റ് ഗോസ് ലൈക്ക് ദാറ്റ്. ഇതിങ്ങനെ പോകുന്നു, പാരലായിരിക്കും കേട്ടോ. അപ്പം ഞാൻ ശ്രദ്ധിച്ച് വരയ്ക്കുകയാണ്, പാരലായിട്ട് തന്നെ വരയ്ക്കുക. സി, പാരലൽ. സോ വാട്ട് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഈസ് ദിസ് ആൻഡ് ദിസ് ആർ പാരലൽ. അതുപോലെ ഇവിടെയും ഞാൻ വരയ്ക്കാം, ഇവിടെയും വരയ്ക്കാം. സി, ലുക്ക്, light ray comes like that. Look, comes like that, then bends little, then goes parallel to the incident light ray. Okay, I should be careful. ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത് ഇതും തമ്മിലുള്ള ആംഗിൾ എത്ര. അങ്ങനെ വരുമ്പോൾ നിങ്ങളിത് പുറകോട്ട് നീട്ടിയാൽ മതി കുട്ടികളെ. ഇങ്ങനെ നീട്ടൂ, പുറകോട്ട് ഡോട്ട് ഇട്ട്, നമുക്ക് പുറകോട്ട് ഇതിനെ ഡോട്ട് ഇട്ട് ഇങ്ങനെ പോവാം. പാരലാണ് ഇല്ലേ? ദെൻ ദിസ് വൺ ഓൾസോ പുറകോട്ട് ഡോട്ട് ഇടുക, പാരലൽ ടു ദ അതർ സൈഡ്. കണ്ടോ ഇങ്ങനെ പാരലൽ. നിങ്ങളോട് ചോദിച്ചാൽ ഈ ആംഗിൾ എത്ര എന്നാ നിങ്ങൾക്കറിയാം. ഇതിന് പാരലാണ് ഇത് അല്ലേ, അതുപോലെ ഇതിന് പാരലാണ് ഇത്. അപ്പം ഈ രണ്ടെണ്ണത്തിൻ്റെ ഇടയിലുള്ള ആംഗിൾ എത്രയാണോ അതായിരിക്കും ഇതിൻ്റെ ഇടയിലുള്ള ആംഗിൾ. അതിന് സംശയം എന്താ? ആൽഫ. therefore ആംഗിൾ ഈസ് ആൽഫ. ദാറ്റ്സ് ഓൾ. ഒരു കാൽക്കുലേഷൻ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ ഇത്ര കാര്യം, ഈ കോൺസെപ്റ്റ് അറിഞ്ഞാൽ മതി. വാട്ട്? when a light ray passes through a glass slab having parallel phase, the light ray does not deviate, but it undergoes a lateral shift. That's all. Lateral shift, no deviation. Deviation വരുമ്പോൾ മാത്രമേ ആംഗിൾ വ്യത്യാസമുള്ളൂ. lateral shift ആണെങ്കിൽ there will be no change in angle. ഇത് ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, 13th ക്വസ്റ്റ്യൻ നോക്കി. A concave lens, look here children, a concave lens of glass, refractive index തന്നിട്ടുണ്ട് ഗ്ലാസിൻ്റെ 1.5, has both surface of same radius of curvature r. ഇത് കോൺകേവ് ആണ് കേട്ടോ, കോൺകേവ് ആണ്. റേഡിയസ് ഓഫ് കർവേച്ചർ 2ന്റെ 6 ആണ്. R1 6 ആണ്, R2 6 തന്നെയാണ് മാഗ്നിറ്റ്യൂഡിൽ. ഓൺ ഇമേഴ്സിങ് ഇൻ മീഡിയം ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ദിസ്. കണ്ടോ, 1.5 ആണ് ഗ്ലാസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അതിനെ കഴിഞ്ഞും വലിയ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള ഒരു മീഡിയത്തിൽ അത് ഇമേഴ്സ് ചെയ്താൽ അതിൻ്റെ ബിഹേവിയർ എന്തായിരിക്കും? അതിൻ്റെ ബിഹേവിയർ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും. സാധാരണഗതിയിൽ കോൺകേവ് ലെൻസ് എയറിൽ എന്താ ചെയ്യുക? എയറിൽ അത് ഡൈവേർജ് ചെയ്യും. പക്ഷെ അത് ഇമേഴ്സ് ചെയ്തിട്ടുള്ളത് എവിടെയാണ്? അത് ഇമേഴ്സ് ചെയ്തിട്ടുള്ളത് ലിക്വിഡിലാണ്. ഹൂസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് മോർ therefore it behavior shift. ഡൈവേർജിങ് എന്നുള്ളത് കൺവേർജിങ് ആയിരിക്കും. അപ്പോൾ ആൻസർ കൺവേർജിങ് ആയിരിക്കും. അതെങ്ങനെ മനസ്സിലാക്കും? കൺവേർജിങ് ആണോ ഡൈവേർജിങ് ആണോ എന്ന് എങ്ങനെ അറിയുക? ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആണെങ്കിൽ
കൺവേർജിങ് ലെൻസ് ആണ്. ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആണെങ്കിൽ ഡൈവേർജിങ് ലെൻസ് ആണ്. എന്തുകൊണ്ടാ? സി ഫോർ എ കൺവേർജിങ് ലെൻസ് സപ്പോസ് ദിസ് ലെറ്റ് മീ സി, ഇതൊരു ലെൻസ് ആണെന്ന് വിചാരിക്കുക. ഒരു പാരലൽ ബീമിനെ അത് കൺവേർജ് ചെയ്യുകയാണെങ്കിൽ, ഇങ്ങനെ കൺവേർജ് ചെയ്യുകയാണെങ്കിൽ ഈ ഫോക്കൽ ലെങ്ത് പോസിറ്റീവാണ്. അല്ല, ഇതൊരു ലെൻസ് ആണെന്ന് വിചാരിക്കുക, പാരലൽ ബീമിനെ ഡൈവേർജ് ചെയ്യുകയാണെങ്കിൽ, ഇങ്ങനെ ഡൈവേർജ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഹാപ്പൻസ് ഫ്രം ദിസ് പോയിന്റ് ആൻഡ് ദിസ് ഫോക്കൽ ലെങ്ത് ഈസ് നെഗറ്റീവ്. അപ്പോൾ ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് മീൻസ് ഡൈവേർജിങ് ലെൻസ്, ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് മീൻസ് കൺവേർജിങ് ലെൻസ്. അപ്പോൾ ഫോക്കൽ ലെങ്ത് നോക്കിയാൽ മതി, കണ്ടുപിടിച്ചാൽ മതി, നമുക്കിത് കൺവേർജിങ് ആണോ ഡൈവേർജിങ് ആണോ എന്ന് പറയാൻ പറ്റും. ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി ലെൻസ് മേക്കേഴ്സ് ഫോർമുല അപ്ലൈ ചെയ്യുക. 1/f ഈസ് ഈക്വൽ ടു n-1 എന്നല്ല ഇവിടെ എഴുതേണ്ടത്, കാരണം n1ഉം n2ഉം ഇവിടെ ഉണ്ട് അല്ലേ. എന്താ? n2/n1 -1 into 1/r1 minus 1/r2. R1 ഉം R2 എന്താണ് കുട്ടികളെ? ലുക്ക് അറ്റ് ദിസ്. വാട്ട് സോർട്ട് ഓഫ് ലെൻസ് ഇറ്റ് ഈസ്? ഇറ്റ് ഈസ് കോൺകേവ് ലെൻസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ R1 എന്ന് പറയുന്നത് എന്താ? R1 ദിസ് സൈഡ് -r, R2 എന്ന് പറയുന്നത് +r. അത് രണ്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. R1 -r, R2 +r. അപ്പോൾ 1/f ഈസ് ഈക്വൽ ടു n2 എത്രയാ? 1.5 ഡിവൈഡഡ് ബൈ 1.75 -1. 1/r1നെ -1/r -1/r. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഇവിടെ നമുക്ക് എത്ര കിട്ടിയെന്ന് ചോദിച്ചാൽ 1/f ഈസ് ഈക്വൽ ടു 0.25 ഡിവൈഡഡ് ബൈ 1.75. ഇവിടെ മൈനസ് കോമൺ ഔട്ട് ചെയ്തു, 2/r എന്ന് വന്നു. 2/r. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇത് 1/7 ആണ്, മൈനസ് ഓഫ് മൈനസ് പോയി. ഇതിൽ നിന്ന് നമുക്ക് 1/f ഈസ് ഈക്വൽ ടു 2 ഡിവൈഡഡ് ബൈ 7r എന്ന് കിട്ടി. 7r, 2 ഡിവൈഡ് ബൈ 7r. ഇതിൽ നിന്ന് f ഈസ് ഈക്വൽ ടു 3.5 r എന്ന് കിട്ടി. സി ഹിയർ, ഫോക്കൽ ലെങ്ത് എന്താ നിങ്ങൾക്ക് കിട്ടിയേ? ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആണ്. Therefore what? Focal length positive means what? Convergent lens. Convergent lens ആണ്. Convergent lens ആണ് ഫോക്കൽ ലെങ്ത് 3.5. Therefore the answer is this. അപ്പോൾ നിങ്ങളോടൊരു ലെൻസ് കൺവേർജൻ്റ് ആണോ ഡൈവേർജൻ്റ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കുക. ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആണെങ്കിൽ കൺവേർജൻ, ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആണെങ്കിൽ ഡൈവേർജൻ. അല്ലാതെ നിങ്ങൾ കോൺവെക്സ് ലെൻസ് ഈസ് ഓൾവേസ് കൺവേർജൻ, കോൺകേവ് ലെൻസ് ഈസ് ഓൾവേസ് ഡൈവേർജൻ്റ് എന്ന് പഠിക്കരുത്. കോൺവെക്സ് എപ്പോഴാണ് കൺവേർജൻ്റ് ആകുക? എയറിൽ ഇരിക്കുമ്പോൾ അത് കൺവേർജൻ്റാ. വേറെ ഏതെങ്കിലും ലിക്വിഡിലായിരിക്കുന്നെങ്കിൽ അത് കൺവേർജൻ്റ് ആണോ ഡൈവേർജൻ്റ് ആണോ എന്ന് പറയാൻ പറ്റില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ നേച്ചർ ഓഫ് ദ ലിക്വിഡ്. Likewise concave. Concave in air is divergent, but in some other medium it can be convergent, divergent, or it may do none of that. എന്ന് പറഞ്ഞാൽ അതേ ലെൻസിന്റെ അതേ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള മീഡിയത്തിലാണ് ലെൻസ് ഇരിക്കുന്നതെങ്കിൽ കൺവേർജിങ് നടക്കില്ല, ഡൈവേർജിങ് നടക്കില്ല. Parallel light rays will go as parallel. They don't converge and diverge. These things have been taught many a times at your class. Just think of that. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ലുക്ക്, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. മെനി ടൈംസ് ഇറ്റ് ഈസ് ആസ്. JEE മെയിനും ചോദിച്ചിട്ടുണ്ട്, പല എക്സാമിനും ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നോക്കൂ. എ റേ ഓഫ് ലൈറ്റ് ഫ്രം ഡെൻസർ മീഡിയം സ്ട്രൈക്സ് എ റെയറർ മീഡിയം അറ്റ് ആൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആയി. ഇത് ഡെൻസർ ആണ് കുട്ടികളെ, ഇത് റെയർ ആണ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ബെൻസ് എവേ ഫ്രം ദ നോർമൽ ആയി. ദ റിഫ്ലക്റ്റഡ് ആൻഡ് റിഫ്രാക്റ്റഡ് റേസ് മേക്സ് ആൻ ആംഗിൾ 90 ഡിഗ്രി. ഞാൻ പറഞ്ഞിട്ടുണ്ട് റിഫ്രാക്ഷൻ്റെ ടൈമിൽ എ പാർട്ട് ഓഫ് ദ ലൈറ്റ് റേ റിഫ്ലക്റ്റ് ചെയ്യുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എ പാർട്ട് വിൽ റിഫ്രാക്ട്. ഇവ തമ്മിലുള്ള ആംഗിൾ 90 എന്ന് തന്നിട്ടുണ്ട്. 90 ആണെന്ന് പറയുന്നു. ദിസ് ആംഗിൾ ഈസ് ഗിവൺ ആസ് 90. ഓക്കെ. വിത്ത് ഈച്ച് അതർ ദ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ ആർ R ആൻഡ് R ഡാഷ്. ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ I ആണ് ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ്. ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ R ആണെന്ന് പറഞ്ഞാൽ R ഈസ് ഈക്വൽ ടു I ആയിരിക്കും. കാരണം വാട്ട് ഹാപ്പൻസ് ഹിയർ ഈസ് റിഫ്ലക്ഷൻ. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആർ സെയിം. ഐയും ആറും സെയിം ആണെന്ന് നമുക്കറിയാം. ഇനി ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ R ഡാഷ് ആണെന്ന് പറയുന്നു. എങ്കിൽ ക്രിറ്റിക്കൽ ആംഗിൾ എത്ര? നിങ്ങൾ ഇങ്ങനെ ഈ കാര്യം അറിഞ്ഞിരിക്കണം. സൈൻ ഓഫ് ക്രിറ്റിക്കൽ ആംഗിൾ, ഈ റിലേഷൻ അറിയാമല്ലോ. സൈൻ ഓഫ് ക്രിറ്റിക്കൽ ആംഗിൾ θc
ഈസ് ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് റെയറർ ഡിവൈഡഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഡെൻസർ. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ക്രിറ്റിക്കൽ ആംഗിൾ ഇൻ ഡെൻസർ മീഡിയം, ഈ സൈൻ ഓഫ് ക്രിറ്റിക്കൽ ആംഗിൾ ഇൻ ഡെൻസർ മീഡിയം ഈസ് ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് റെയറർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഡെൻസർ. ഇതിൽ ആദ്യത്തെ ഈ മീഡിയം ഡെൻസർ ആണ് എൻ ആർ, അത് അപ്പോൾ അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എൻ ഡി എന്ന് എഴുതി, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഡെൻസർ. ഈ താഴത്തെ മീഡിയം എന്താണ്? റെയറർ ആണ്, എൻ ആർ എന്ന് ഞാൻ എഴുതി. ഓക്കെ, ഇനി വൺ മോർ ഇൻഫർമേഷൻ യു ഷുഡ് നോ. ഐ എന്ന് പറയുന്നത് ആർ ആണെന്ന് നിങ്ങൾക്കറിയാം. ഐ ഈസ് ഈക്വൽ ടു ആർ. ഇതും സെയിം ആംഗിൾ ആണെന്നും അറിയാം. ഈ ഇൻഫർമേഷൻ നിങ്ങളുടെ മൈൻഡിൽ വേണം. ഇനി ഇവിടെ സംഭവിച്ചത് റിഫ്രാക്ഷനും റിഫ്ലക്ഷനും സംഭവിച്ചിട്ടുണ്ട്. റിഫ്രാക്ഷൻ സംഭവിച്ചുകൊണ്ട് ഞാൻ സ്നെൽസ് ലോ അപ്ലൈ ചെയ്യുന്നു. സ്നെൽസ് ലോ അപ്ലൈ ചെയ്യുന്നു. എങ്ങനെയാണ് സ്നെൽസ് ലോ അപ്ലൈ ചെയ്യുക? അവിടെ ഒന്ന് ആലോചിച്ച് നോക്കി. എൻ ഡി സൈൻ ഐ ഈക്വൽ ടു എൻ ആർ സൈൻ ആർ ഡാഷ്. ഈ ആംഗിൾ സി, ദിസ് ഈസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ദിസ് ഈസ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം നിങ്ങൾക്ക്. ഒരു കാര്യം കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് ആർ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താ? 90 മൈനസ് ആർ ആണെന്ന് നിങ്ങൾക്കറിയാം. കാരണം ഇത് 90 ആണെങ്കിൽ ഈ രണ്ട് ആംഗിൾ കൂട്ടി നോക്കിയാൽ 90 കിട്ടണ്ടേ? അപ്പം ഇത് ആർ ഡാഷ് എന്ന് പറഞ്ഞാൽ 90 മൈനസ് ആർ ആണ്. അപ്പോൾ ഐക്ക് പകരം ഞാൻ ആർ എഴുതുന്നു. നോക്കൂ, വാട്ട് ഐ എം ഡൂയിങ് ഈസ് എൻ ഡി സൈൻ ആർ ഈക്വൽ ടു എൻ ആർ സൈൻ ആർ ഡാഷിന് പകരം 90 മൈനസ് ആർ എഴുതുന്നു. 90 മൈനസ് ആർ, 90 മൈനസ് ആർ. ആർ ഡാഷിന് പകരം 90 മൈനസ് ആർ, അതുപോലെ ഐക്ക് പകരം ആർ. ഇനി ഞാൻ സൈൻ 90 മൈനസ് ആർ കോസ് ആർ ആണെന്നറിയാമല്ലോ. അപ്പോൾ സൈൻ ബൈ കോസ് ടാൻ ആർ, ടാൻ ആർ ഈക്വൽ ടു എൻ ആർ ബൈ എൻ ഡി ആണെന്ന് നിങ്ങൾക്കറിയാം. ബട്ട് എൻ ആർ ബൈ എൻ ഡി എന്ന് പറയുന്നത് എന്താ? റിഫ്രാക്റ്റീവ്, ഐ മീൻ സൈൻ ഓഫ് ക്രിറ്റിക്കൽ ആംഗിൾ അല്ലേ? ലുക്ക് ഹിയർ, എൻ ആർ ബൈ എൻ ഡി എന്ന് പറയുന്നത് സൈൻ ഓഫ് ക്രിറ്റിക്കൽ ആംഗിൾ ആണ്. ദെയർഫോർ ലെറ്റ് മീ റൈറ്റ് ദാറ്റ് ആസ് ടാൻ ആർ ഈസ് ഈക്വൽ ടു സൈൻ ഓഫ് തീറ്റ സി. എനിക്ക് തീറ്റ സി ആണ് വേണ്ടത്. തീറ്റ സി ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ടാൻ ആർ, ടാൻ ആർ, സൈൻ ഇൻവേഴ്സ് ടാൻ ആർ. അങ്ങനെ ഉണ്ടോ എന്ന് നോക്കി. സൈൻ ഇൻവേഴ്സ് ടാൻ ആർ, ദാറ്റ്സ് ആൻസർ. ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇതിൽ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ? സൈൻ തീറ്റ സി, സൈൻ ഓഫ് ക്രിറ്റിക്കൽ ആംഗിൾ ഇൻ ഡെൻസർ മീഡിയം ഈസ് വാട്ട്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് റെയറർ ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഡെൻസർ. പിന്നെ സ്നെൽസ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ആൻസറിൽ എത്താൻ പറ്റും. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പല പ്രാവശ്യം പല എക്സാമിന് ചോദിച്ചതാണ്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കിടക്കുകയാണ്. നോക്കൂ, 15th ക്വസ്റ്റ്യൻ. എ ഗ്ലാസ് പ്രിസം ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5, ഇതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5 ഈസ് ഇമേഴ്സ്ഡ് ഇൻ വാട്ടർ 4/3. അപ്പോൾ രണ്ടിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എഴുതാവേ. 4/3 ആണ് ഇതിൻ്റെ 1.5 എന്ന് പറഞ്ഞാൽ 3/2. രണ്ടിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഞാൻ എഴുതി. ഇനി എന്താ സംഭവിച്ചത്? എ ലൈറ്റ് ബീം ഇൻസിഡൻറ്റ് നോർമൽ ഓൺ ഫേസ് എ ബി. കണ്ടോ, ഈ ഫേസിന് നോർമലായിട്ട് ഒരു ലൈറ്റ് ബീം ഇങ്ങനെ ഇൻസിഡൻറ്റ് ചെയ്യുക. ലെറ്റ് മീ ഷോ ദാറ്റ്. ഒരു ലൈറ്റ് ബീം നോർമലായിട്ട് ഇങ്ങനെ ഇൻസിഡൻറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇൻസിഡൻറ്റ് ചെയ്യുന്നു. അതെന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞേ? ബീം ഇൻസിഡൻറ്റ് നോർമൽ ടു ദ ഫേസ് എ ബി ഈസ് ടോട്ടലി റിഫ്ലക്റ്റഡ്. ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷന് വിധേയമായി. അപ്പോൾ അവിടെ ഞാൻ നോർമൽ ആദ്യമേ വരയ്ക്കാം. നോർമൽ വരച്ചു, നോർമൽ വരച്ചു. ഓക്കെ, എന്നിട്ട് ഈ ആംഗിൾ എത്രയായിരിക്കും? ഈ ആംഗിൾ എത്രയായിരിക്കും? ഈ ആംഗിൾ തീറ്റയായിരിക്കും. കാരണം എന്താ? ഇത് 90 മൈനസ് തീറ്റയാണ്. ഇത് തീറ്റയാണെങ്കിൽ ഇത് 90 മൈനസ് തീറ്റ. ഇത് മൊത്തത്തിൽ 90ആണ്, കാരണം ഞാൻ വരച്ച നോർമലാണ്. അപ്പോൾ ഇത് തീറ്റയായിരിക്കും. അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്കറിയാം ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ബിറ്റ്വീൻ ദെയർ പെർപെൻഡിക്കുലേഴ്സ്. അപ്പം ഈ രണ്ട് ലൈനുകൾ നോക്കൂ, അവയുടെ പെർപെൻഡിക്കുലർ നോക്കൂ, ഇതും. അപ്പം രണ്ട് ലൈനുകൾ തമ്മിലുള്ള ആംഗിളും അവയുടെ പെർപെൻഡിക്കുലർ തമ്മിലുള്ള ആംഗിളും സെയിം ആയിരിക്കും. അതുകൊണ്ട് ഇമ്മീഡിയറ്റ്ലി ഇത് തീറ്റയാണെന്ന് പറയാൻ പറ്റും. ഇനിയും ഇത് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷനും സംഭവിച്ചു എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇത് തീറ്റ ആംഗിൾ ഉണ്ടാക്കി ഇങ്ങനെ പോവും. തീറ്റ, സെയിം തീറ്റ. ലെറ്റ് മീ ഡ്രോ ദാറ്റ്. സെയിം ആംഗിൾ തീറ്റ ഇറ്റ് വിൽ മേക്ക് ആൻഡ് ഗോ ലൈക്ക് ദാറ്റ്. ബി സിയിലേക്ക് പോവും. ബി സിയിലെത്തി. മേ ബി ലൈക്ക് ദിസ്. ഓക്കെ, ഇതും തീറ്റ ആയിരിക്കും കുട്ടികളെ, തീറ്റ. ഓക്കെ, ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ആണ് അവിടെ സംഭവിച്ചതെന്ന് പറയുന്നുണ്ട്. ടു റീച്ച് ഫേസ് ഈഫ് കണ്ടീഷൻ എന്താണെന്നാണ് ചോദ്യം. വൺ തിങ് യു നോ, ഇവിടെ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ആണ് സംഭവിച്ചെങ്കിൽ
തീറ്റ എന്ന് പറയുന്നത് ക്രിറ്റിക്കൽ ആംഗിളിനേക്കാളും വലുതായിരിക്കണം. എപ്പോഴാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ സംഭവിക്കുക എന്ന് നിങ്ങൾക്കറിയാം. വെൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഗ്രേറ്റർ ദാൻ ദ ക്രിറ്റിക്കൽ ആംഗിൾ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻസ് ഹാപ്പൻസ് എന്ന് പറഞ്ഞാൽ തീറ്റ മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ തീറ്റ സി ഫോർ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ടു ഹാപ്പൻ. തീറ്റ ഗ്രേറ്റർ ദാൻ തീറ്റ സി ആണെങ്കിൽ സൈൻ തീറ്റ മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ സൈൻ തീറ്റ സി. എന്തുകൊണ്ടാണ്? സൈൻ ഫംഗ്ഷൻ ഒരു ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണ്. എവിടം മുതൽ എവിടം വരെ? 1 മുതൽ 90 വരെ. അതുപോലെ തന്നെ നമ്മുടെ ആംഗിളിൻ്റെ ഡൊമൈൻ 1 അല്ല, 0 മുതൽ 90 വരെ. നമ്മുടെ ആംഗിളിൻ്റെ ഡൊമൈനും 0 to 90 വരെ ഉള്ളൂ. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കനോട്ട് ബി ഗ്രേറ്റർ ദാൻ 90. അതുകൊണ്ട് നമ്മുടെ ഡൊമൈൻ, നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഡൊമൈനിൽ സൈൻ തീറ്റ ഒരു ഇൻക്രീസിങ് ഫംഗ്ഷനാണ്. അപ്പോൾ തീറ്റ ഗ്രേറ്റർ ദാൻ തീറ്റ സി ആണ്, സൈൻ തീറ്റ ഗ്രേറ്റർ ദാൻ സൈൻ തീറ്റ സി ആയിരിക്കും. പക്ഷേ കോസിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. തീറ്റ 1 ഗ്രേറ്റർ ദാൻ തീറ്റ 2 ആണെങ്കിൽ കോസ് ഓഫ് തീറ്റ 1 ലെസ് ദാൻ കോസ് ഓഫ് തീറ്റ 2 ആയിരിക്കും. ബിക്കോസ് കോസൈൻ ഫംഗ്ഷൻ ഈസ് എ ഡിക്രീസിങ് ഫംഗ്ഷൻ. ദാറ്റ് യു മസ്റ്റ് ബി കെയർഫുൾ. സൈനിന് മാത്രമേ ഇത് എഴുതാൻ പറ്റുള്ളൂ. കൊസൈൻ എഴുതുമ്പോൾ എന്താ ഡയറക്ഷൻ ഓഫ് ഇനീക്വാലിറ്റി റിവേഴ്സ് ചെയ്യും. ദാറ്റ് ഡസൻ മാറ്റർ ഹിയർ, ജസ്റ്റ് ഐ ടോൾഡ് യു, ദാറ്റ്സ് ഓൾ. ഇനി സൈൻ തീറ്റ ഗ്രേറ്റർ ദാൻ സൈൻ തീറ്റ സി ആയാൽ, സൈൻ തീറ്റ സി എന്ന് പറഞ്ഞാൽ എന്താ? ഡോണ്ട് യു നോ? സൈൻ തീറ്റ സി എന്ന് പറഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എൻ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് റെയറർ ഡിവൈഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഡെൻസർ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സൈൻ സൈൻ തീറ്റ മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് റെയറർ ഡിവൈഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഡെൻസർ. ലെറ്റ് മീ റൈറ്റ് ദെൻ. സൈൻ തീറ്റ മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് റെയറർ എത്രയാ? 4/3. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഡെൻസർ എത്രയാ എന്ന് പറഞ്ഞാൽ 2/3. 2/3 അല്ല, 3/2. 3/2. 2 മുകളിലോട്ട് പോട്ടെ. സൈൻ തീറ്റ മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ 8/9. സൈൻ തീറ്റ മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ 8/9 എന്നുള്ളതാണ് ആൻസർ. ഓക്കെ, ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഇനിയും JEE സെക്കൻഡ് ഫേസിലേക്ക് ഇനിയും കൂടുതൽ ദിവസങ്ങളുണ്ട്. സിൻസിയറായിട്ട് പഠിച്ച് നല്ല വിജയത്തിലെത്തുക. ഇപ്പം വരെ ലൈവിൽ തുടർന്ന് എല്ലാവർക്കും നന്ദി പറയുന്നു. See you with another chapter in another day. Thank you.